ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകുന്നേ, ഒരു ടെൻഷനും വേണ്ട. നല്ല ത്രില്ലിംഗ് സ്റ്റോറിയിലേക്ക് കയറാം. ലൈക്ക് ചെയ്യാൻ ഒരുപാട് പേർക്ക് മടിയാണ്, എന്നാലും പറയാണ്, ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ. വർഷം 2000. അന്നത്തെ ചെന്നൈ നഗരം ഇന്നത്തെ പോലെ രാത്രി മുഴുവനും ഉണർന്നിരിക്കുന്ന നഗരമായിരുന്നില്ല. രാത്രിയായാൽ പല ഭാഗങ്ങളിലും ശാന്തത ഭരിക്കും. ആ ജൂലൈ മാസത്തിലെ രാത്രിയും അങ്ങനെ തന്നെയായിരുന്നു. വൈകുന്നേരം മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ നഗരത്തിലെ പല റോഡുകളും നനഞ്ഞു കിടക്കുന്നു. ചിലയിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്നിരുന്നു. തെരുവ് വിളക്കുകൾ മങ്ങിയ മഞ്ഞ വെളിച്ചത്തിൽ ആ റോഡുകളെ തണുപ്പിച്ചുകൊണ്ടിരുന്നു. കാറ്റ് തണുപ്പോടെ വീശിക്കൊണ്ടിരിക്കുന്നു. ആ രാത്രി മുഴുവനും ഒരുതരം ശാന്തത ആ നഗരത്തെ മൂടിയിരുന്നു. ആ ശാന്തമായ തെരുവിൻ്റെ നടുവിൽ പഴയ ബംഗ്ലാവ് സ്റ്റൈലിൽ പണിത ഒരു വലിയ വീടുണ്ടായിരുന്നു. ആ തെരുവിലെ മറ്റു വീടുകളെ അപേക്ഷിച്ച് അത് വളരെ വലുതും പ്രൗഢിയുള്ളതുമായിരുന്നു. വലിയ ഇരുമ്പ് ഗേറ്റ്, വിശാലമായ മുൻഭാഗത്തെ തോട്ടം, 2 നിലകളുള്ള കെട്ടിടം. ആ വീട് ആ പ്രദേശത്തെ ശ്രദ്ധ എപ്പോഴും ആകർഷിക്കുമായിരുന്നു. ആ വീട്ടിൽ താമസിച്ചിരുന്നത് വ്യവസായി രമേശ് വരിതനായിരുന്നു. നഗരത്തിലെ ബിൽഡിംഗ് നിർമ്മാണവും ഭൂമി ഇടപാട്, ചില സ്വകാര്യ കരാറുകൾ എന്നിവയിൽ വലിയ തോതിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് പല ബിസിനസ് വൃത്തങ്ങളിലും അറിയപ്പെട്ടിരുന്നു. ചിലർക്ക് അദ്ദേഹം വിജയകരമായ ഒരു വ്യവസായിയായിരുന്നു, ചിലർക്ക് അദ്ദേഹം കൃത്യനിഷ്ഠതയുള്ള കച്ചവടക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് അദ്ദേഹം വളരെ ശാന്ത സ്വഭാവമുള്ള മനുഷ്യനാണെന്നാണ്. രമേശ് വരിതൻ ആ വീട്ടിൽ ഒറ്റയ്ക്കല്ലായിരുന്നു താമസം. അദ്ദേഹത്തിനൊരു ചെറിയ കുടുംബമുണ്ടായിരുന്നു. ഭാര്യ ലത, 17 വയസ്സുള്ള മകൾ കീർത്തന, കൂടാതെ 12 വയസ്സുള്ള മകൻ അജയ്. അവർ 4 പേരും വളരെയധികം സന്തോഷത്തിലായിരുന്നു ആ വലിയ വീട്ടിൽ താമസിച്ചിരുന്നത്. ആ വീട്ടിലെപ്പോഴും കുട്ടികളുടെ ചിരിയും ലതയുടെ സംസാരവും എല്ലാം കൊണ്ടും സന്തോഷമായിരുന്നു. എന്നാൽ ആ ആഴ്ച മാത്രം ആ വീട് വല്ലാതെ നിശബ്ദമായിരുന്നു. കാരണം ലതയുടെ സ്വന്തം നാട്ടിൽ ഒരു കുടുംബ ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു. ആ ചടങ്ങിനായി ലത തൻ്റെ 2 മക്കളെയും കൂട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നാട്ടിലേക്ക് പോയത്. രമേശ് വരിതനും അവരോടൊപ്പം പോകാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചില ബിസിനസ് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നതിനാൽ ഞാൻ 2 ദിവസത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ് അവരെ മാത്രം നാട്ടിലേക്ക് അയച്ചു. ആ ഒരു തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ തീരുമാനമായി മാറുക എന്ന് ആ സമയത്ത് ആരും അറിഞ്ഞില്ല. ആ രാത്രി ആ വലിയ വീട്ടിൽ രമേശ് വരിതൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. സാധാരണ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന 2 വേലക്കാരുണ്ടായിരുന്നു. എന്നാൽ ആ ദിവസം അവർക്കും അദ്ദേഹം അവധി നൽകിയിരുന്നു. നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞ് അവരെ അയച്ചിരുന്നു. അതുകൊണ്ട് ആ രാത്രി ആ വീട്ടിൽ ഒരു മനുഷ്യനായി അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. വലിയ വീട് മുഴുവനും ശാന്തത പരന്നിരുന്നു. പുറത്ത് മഴ ചാറുന്ന ശബ്ദം. ആ വീടിൻ്റെ ചുവരുകൾ ആ രാത്രി നടക്കാൻ പോകുന്ന കാര്യത്തിന് മൗനസാക്ഷിയായി നിൽക്കുകയായിരുന്നു. സമയം പതുക്കെ രാത്രി 2 മണി പിന്നിട്ടു. ആ തെരുവിൽ ആരുമില്ലായിരുന്നു. ചില സമയങ്ങളിൽ ദൂരെയുള്ള വാഹനത്തിൻ്റെ ശബ്ദം മാത്രം കേൾക്കാം. മഴവെള്ളം മേൽക്കൂരയുടെ തുമ്പുകളിൽ നിന്നും ഇറ്റു വീണുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ആ വീടിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചുവെന്ന് ആ തെരുവിലുള്ള ആർക്കും അറിയില്ലായിരുന്നു. വീടിൻ്റെ വാതിലുകൾ അടഞ്ഞു കിടന്നിരുന്നു. പുറത്തുനിന്നും നോക്കിയാൽ എല്ലാം സാധാരണമായിരുന്നു. എന്നാൽ ആ ശാന്തതയ്ക്കുള്ളിൽ ഒരു ക്രൂരമായ സംഭവം നടന്നുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ആ സത്യം പുറത്തു വന്നത്. രാവിലെ ഏകദേശം 7 മണിക്ക് ആ വീട്ടിൽ വേലക്കാരി പതിവ് പോലെ വന്നു. മഴ നിന്നിരുന്നുവെങ്കിലും കാറ്റിൽ ഇനിയും ഈർപ്പമുണ്ടായിരുന്നു. അവൾ വീടിൻ്റെ മുന്നിൽ വന്ന് വാതിൽ തട്ടി. സാധാരണ രമേശ് വരിതൻ ആ സമയത്താണ് എഴുന്നേൽക്കാറുള്ളത്. എന്നാൽ ആ ദിവസം യാതൊരു മറുപടിയും ഉണ്ടായില്ല. അവൾ വീണ്ടും വാതിലിൽ മുട്ടി. വീണ്ടും നിശബ്ദത. ചെറിയ സംശയത്തോടെ അവൾ വാതിൽ പതുക്കെ തള്ളി. അവൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആ വാതിൽ തുറന്നുപോയി. ആ നിമിഷം അവളുടെ മനസ്സിൽ ഒരു ഭയം തോന്നി. വീടിൻ്റെ വാതിൽ സാധാരണ ഉള്ളിൽ നിന്നും പൂട്ടിയിരിക്കേണ്ടതാണ്. ഇന്ന് എന്താണ് സാർ തുറന്നു വച്ചിരിക്കുന്നത്? മനസ്സിൽ ചിന്തിച്ചുകൊണ്ടവൾ പതുക്കെ അകത്തേക്ക് നടന്നു. ആ സമയം വീടിൻ്റെ ഉള്ളിൽ വെളിച്ചം മങ്ങിയ നിലയിലായിരുന്നു. അവൾ ഏതാനും അടികൾ കൂടി നടന്നപ്പോൾ നിലത്ത് ചുവപ്പ് നിറം പടർന്നിരിക്കുന്നത് ശ്രദ്ധിച്ചു. ഒരു നിമിഷം അവൾ ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നു. അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ വിടർന്നു. അതെ, ഹാളിൻ്റെ നടുവിൽ രമേശ് വരിതൻ രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടതും അവൾ പേടിച്ച് നിലവിളിച്ചു. ആ ശബ്ദം ആ വീടിൻ്റെ ശാന്തതയെ തകർത്തു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അയൽവാസികളെല്ലാവരും അവിടെ തടിച്ചുകൂടി.
ആരോ ഉടനെ പോലീസിനെ വിവരമറിയിച്ചു. അല്പസമയത്തിൻ്റെ ഉള്ളിൽ ഒരു പോലീസ് ജീപ്പ് ആ വീടിൻ്റെ മുന്നിൽ വന്നു നിന്നു. ആ കേസ് അന്വേഷിക്കാൻ വന്നത് ഇൻസ്പെക്ടർ അരവിന്ദായിരുന്നു. അരവിന്ദ് ആ വീടിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ നടന്നു. പരിചയസമ്പന്നനായ ഓഫീസറായതുകൊണ്ട് അദ്ദേഹം ഓരോ കാര്യവും ശ്രദ്ധയോടെ നോക്കി. വീട്ടിൽ മോഷണം നടന്ന അടയാളങ്ങളൊന്നുമില്ല. അലമാരകളൊന്നും തുറന്നിട്ടില്ല. പണവും ആഭരണങ്ങളും എല്ലാം അവിടെ തന്നെയുണ്ട്. അതായത് ഇതൊരു സാധാരണ മോഷണ കൊലപാതകമല്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം ഹാളിൻ്റെ ചുവരിൻ്റെ അടുത്തേക്ക് നടന്നു. ആ ചുവരിൽ രക്തത്തിൽ ഒരു നമ്പർ എഴുതിയിരുന്നു, 17. ആ നമ്പർ കണ്ടതും അരവിന്ദ് ഏതാനും നിമിഷങ്ങൾ അവിടെ തന്നെ നിന്നു. കാരണം ഈ നമ്പർ അദ്ദേഹത്തിന് പുതിയതല്ലായിരുന്നു. ഒരു വർഷം മുമ്പ് നടന്ന ഒരു പഴയ കൊലപാതക കേസിലും ഇതേപോലെ ഒരു നമ്പർ എഴുതിയിരുന്നു. ആ ഓർമ്മ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതുക്കെ ഉണരാൻ തുടങ്ങി. അതെ, ഇതൊരു യാദൃശികമായ നമ്പറല്ല എന്ന് പതുക്കെ അദ്ദേഹം തൻ്റെ മനസ്സിൽ പറഞ്ഞു. ആ 17 എന്നെഴുതിയ നമ്പറിൻ്റെ പിന്നിലുള്ള വലിയ രഹസ്യം എന്താണെന്ന് അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയാൻ തുടങ്ങിയത്. ആ രഹസ്യമാണ് അടുത്ത ഏതാനും ദിവസങ്ങളിൽ അദ്ദേഹത്തെ വളരെ ഇരുണ്ട ഒരു സത്യത്തിലേക്ക് വലിച്ചഴിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. രാവിലത്തെ ശാന്തതയെ പോലീസ് ജീപ്പിൻ്റെ സൈറൺ തകർത്തു. ആ ശാന്തമായ തെരുവിൽ പെട്ടെന്ന് പോലീസ് വാഹനങ്ങൾ വന്നതും അയൽവാസികൾ വീടുകൾക്ക് മുന്നിൽ തടിച്ചുകൂടാൻ തുടങ്ങി. ആ വലിയ ബംഗ്ലാവ് ഒരു നിമിഷം കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വളരെ ശാന്തമായിരുന്ന ആ വീടിപ്പോൾ ഒരു കൊലപാതകം നടന്ന സ്ഥലമായി മാറിയിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ വീടിന് ചുറ്റും സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആരും അകത്ത് കയറരുത് എന്ന നിയന്ത്രണം ഏർപ്പെടുത്തി. ആ തിരക്കുകൾക്കിടയിൽ ശാന്തനായി അകത്തേക്ക് പോയത് ഇൻസ്പെക്ടർ അരവിന്ദായിരുന്നു. അരവിന്ദ് ആ വീടിൻ്റെ ഹാളിൽ നിന്നുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വീടിന് ചുറ്റും നോക്കി. ആ സ്ഥലത്ത് ഇനിയും രക്തത്തിൻ്റെ ഗന്ധം കാറ്റിൽ കലർന്നിട്ടുണ്ടായിരുന്നു. നിലത്ത് കിടന്നിരുന്ന രമേശ്വരത്തിൻ്റെ ഡെഡ് ബോഡി മെഡിക്കൽ സംഘം പരിശോധിക്കുന്നുണ്ടായിരുന്നു. അരവിന്ദ് പതുക്കെ ആ ഡെഡ് ബോഡിക്ക് അടുത്തേക്ക് പോയി. വർഷങ്ങളുടെ പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒരു സംഭവം നടന്ന സ്ഥലത്തെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പതിവാണ്. അദ്ദേഹം നിലത്തുണ്ടായിരുന്ന രക്തത്തിൻ്റെ പാടുകളും മേശപ്പുറത്തുണ്ടായിരുന്ന കടലാസുകളും ചുവരിലുണ്ടായിരുന്ന പോറലുകളും എല്ലാം ശ്രദ്ധയോടെ നോക്കി. സാധനങ്ങളെല്ലാം പരിശോധിച്ചു. എന്നാൽ ഈ കൊലപാതകം പെട്ടെന്ന് നടന്നതാണെന്ന് തോന്നില്ല. ആരോ ഒരാൾ ആസൂത്രണം ചെയ്ത് ഈ വീടിനുള്ളിൽ വന്നിരിക്കണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഇപ്പോൾ അരവിന്ദിൻ്റെ ശ്രദ്ധ വീണ്ടും ആ ചുവരിൻ്റെ അടുത്തേക്ക് പോയി. രക്തത്തിൽ എഴുതപ്പെട്ടിരുന്ന 17 എന്ന നമ്പറാണ് ഈ സംഭവത്തിലെ ഏറ്റവും വലിയ തെളിവ്. കാരണം ഒരു കൊലപാതകം നടന്ന സ്ഥലത്ത് ഒരു നമ്പർ എഴുതപ്പെടുക എന്നത് സാധാരണ കാര്യമല്ല. അതൊരു അടയാളമാണ്. അതൊരു മുന്നറിയിപ്പാണ്. അത് ആരോ ഒരാൾക്കുള്ള സന്ദേശമാണ്. ആ നമ്പർ കണ്ടപ്പോൾ അരവിന്ദിൻ്റെ മനസ്സിൽ ഒരു പഴയ ഓർമ്മ പതുക്കെ ഉണരാൻ തുടങ്ങി. ഒരു വർഷം മുമ്പ് അദ്ദേഹം കണ്ട ഒരു പഴയ കൊലപാതക കേസിലും ഇതുപോലൊരു നമ്പർ ഉണ്ടായിരുന്നു. ആ കേസെന്ന് തെളിയിക്കപ്പെടാതെ അവസാനിച്ചിരുന്നു. ആ ഓർമ്മ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. ആ സമയത്തൊരു പോലീസ് കോൺസ്റ്റബിൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. സാർ, ഈ വീടിൻ്റെ പിന്നിൽ വാതിൽ തുറന്നു കിടക്കുന്നു, അദ്ദേഹം പതുക്കെ പറഞ്ഞു. അരവിന്ദ് ഉടനെ ആ വഴിയെ പോയി. വീടിൻ്റെ പുറകിൽ ചെറിയൊരു തോട്ടമുണ്ടായിരുന്നു. അവിടെ നിന്നും പുറത്തേക്ക് പോകാൻ ഒരു വാതിലും ഉണ്ടായിരുന്നു. ആ വാതിൽ പൂർണ്ണമായും തുറന്നു കിടന്നിരുന്നു. മഴ കാരണം മണ്ണ് ഈർപ്പമുള്ളതായതിനാൽ ചില കാൽപ്പാടുകൾ അവിടെ വ്യക്തമായിരുന്നു. അരവിന്ദ് താഴെ കുനിഞ്ഞ് ആ പാടുകൾ ശ്രദ്ധയോടെ നോക്കി. അത് ഓരോന്നും ഒരു മനുഷ്യൻ്റെ കാൽപ്പാടുകൾ പോലെയായിരുന്നു. എന്നാൽ മഴവെള്ളം അവിടെ ഭാഗികമായി നശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വ്യക്തമായി ഒന്നും തിരിച്ചറിയാൻ സാധിച്ചില്ല. അദ്ദേഹം വീണ്ടും വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു. ആ സമയത്ത് മെഡിക്കൽ ഓഫീസർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. സാർ, മരണം ഇന്നലെ രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയിൽ നടന്നിരിക്കാം എന്ന് മെഡിക്കൽ ഓഫീസർ അരവിന്ദനോട് പറഞ്ഞു. ആ വിവരം അരവിന്ദൻ്റെ മനസ്സിൽ ഒരു കണക്കുകൂട്ടൽ തുടങ്ങിവെച്ചു. ആ സമയത്ത് ഈ വീട്ടിൽ ആര് വന്നിരിക്കാം? ആ തെരുവിൽ ആരെങ്കിലും സംശയാസ്പദമായി ഉണ്ടായിരുന്നോ? ഈ ചോദ്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയരാൻ തുടങ്ങി. അദ്ദേഹം ഹാളിൻ്റെ ഒരു മൂലയിലിരുന്ന് ഫോൺ ശ്രദ്ധിച്ചു. അക്കാലത്ത് മൊബൈൽ ഫോണുകൾ അത്ര വ്യാപകമായി ഉപയോഗിച്ചിരുന്നില്ല. വീട്ടിലെ ലാൻഡ് ലൈനാണ് പ്രധാന ആശയവിനിമയ മാർഗം. ആ ഫോണിനടുത്ത് ഒരു ചെറിയ നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ ചില നമ്പറുകൾ എഴുതിയിരുന്നു. അരവിന്ദ് ആ ബുക്ക് എടുത്ത് നോക്കി. ചില ബിസിനസ് നമ്പറുകൾ, ചില സുഹൃത്തുക്കളുടെ നമ്പറുകൾ, കൂടാതെ ഒരു നമ്പർ മാത്രം വട്ടമിട്ട് എഴുതിയിരിക്കുന്നു. ആ നമ്പർ കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് ചിന്തിച്ചു. കാരണം അത് മറ്റു നമ്പറുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഇത് ആരുടെ നമ്പറാണ് എന്ന് അദ്ദേഹം തന്നോട് തന്നെ പതുക്കെ ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. രമേശ്വരൻ്റെ കുടുംബം ആ വീട്ടിലില്ല.
ഭാര്യയും കുട്ടികളും നാട്ടിൽ പോയിരിക്കുന്നു. അതുകൊണ്ട് ആ രാത്രി ആ വീട്ടിൽ എന്ത് സംഭവിച്ചു എന്നതിന് സാക്ഷികളില്ല. ആ വലിയ ബംഗ്ലാവ് മാത്രമാണ് ആ സംഭവത്തിന് മൗന സാക്ഷിയായി ഉള്ളത്. അദ്ദേഹം ഫോൺ നമ്പർ കോൺസ്റ്റബിളിന് നൽകി അന്വേഷിക്കാൻ പറഞ്ഞു. അരവിന്ദ് വീണ്ടും ആ ചുവരിലെ 17 എന്ന നമ്പറിലേക്ക് നോക്കി. ആ നമ്പർ ഒരു സാധാരണ അടയാളമല്ല, അതൊരു പഴയ വാതിൽ തുറക്കാനുള്ള താക്കോൽ പോലെയായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ചെന്നൈ നഗരത്തിലെ പോലീസ് സ്റ്റേഷൻ പതിവ് പോലെ തിരക്കിലായിരുന്നു. ഓരോ മേശയിലും ഉദ്യോഗസ്ഥർ തങ്ങളുടെ ജോലികളിൽ മുഴുകിയിരിക്കുന്നു. ചിലർ പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നു, ചിലർ അന്വേഷണക്കുറിപ്പുകൾ എഴുതുന്നു. ആ ശബ്ദങ്ങൾക്കിടയിലും ഇൻസ്പെക്ടർ അരവിന്ദ് മാത്രം ശാന്തനായി തൻ്റെ മേശയ്ക്ക് മുന്നിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രം കറങ്ങിക്കൊണ്ടിരുന്നു. ആ ബംഗ്ലാവിലെ ചുവരിൽ എഴുതിയിരുന്ന 17 എന്ന നമ്പർ. അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പായിരുന്നു. ആ കൊലപാതകം നടന്ന സ്ഥലത്ത് ആരെങ്കിലും ഒരു അടയാളം ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊരു കാരണത്തിലായിരിക്കും. ആ നമ്പറിൻ്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ട്. ആ കഥ കണ്ടെത്താതെ ഈ കേസ് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം കരുതി. അദ്ദേഹം പതുക്കെ തൻ്റെ കസാരയിൽ നിന്നും എഴുന്നേറ്റു. പോലീസ് സ്റ്റേഷൻ്റെ പുറകിലുണ്ടായിരുന്ന പഴയ ഫയലുകൾ സൂക്ഷിച്ചിരുന്ന മുറിയിലേക്ക് നടന്നു. ആ മുറി വളരെ ശാന്തമായിരുന്നു. പഴയ മര അലമാരകളിൽ വർഷങ്ങൾ പഴക്കമുള്ള ഫയലുകൾ അടുക്കി വെച്ചിരുന്നു. ചില ഫയലുകൾ പൊടി പിടിച്ചു കിടക്കുന്നു. ആ മുറിയിൽ കടന്നപ്പോൾ പഴയ കടലാസുകളുടെ ഗന്ധം കാറ്റിൽ കലർന്നിരുന്നു. അരവിന്ദ് ആ അലമാരകൾ ഒന്നൊന്നായി തുറന്നു നോക്കി. അദ്ദേഹം തിരയുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. 17 എന്ന നമ്പറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പഴയ കേസ്. കുറച്ചു നേരത്തെ തിരച്ചിലിന് ശേഷം ഒരു പഴയ ഫയൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. ആ ഫയലിൻ്റെ മുകളിൽ പൊടി പിടിച്ചിരുന്നു. അദ്ദേഹം അതെടുത്ത് പതുക്കെ പൊടി തട്ടിക്കളഞ്ഞു. ആ ഫയലിൻ്റെ മേൽ കേസ് ഫയൽ 1999 എന്ന് എഴുതിയിരുന്നു. അദ്ദേഹം ആ ഫയൽ തുറന്നു. ഉള്ളിലുണ്ടായിരുന്ന ഫോട്ടോകൾ അദ്ദേഹം ശ്രദ്ധയോടെ നോക്കി. ആ ഫോട്ടോകളിലുണ്ടായിരുന്ന കാഴ്ച അദ്ദേഹത്തെ ഒരു നിമിഷം നിശബ്ദമാക്കി. ആ ഫോട്ടോയിൽ ഒരു മനുഷ്യൻ നിലത്ത് മരിച്ചു കിടക്കുന്നു. ആ കാഴ്ചയ്ക്ക് പിന്നിലുള്ള ചുവരിൽ ഒരു നമ്പർ രക്തം കൊണ്ട് എഴുതിയിരിക്കുന്നു. 17 എന്ന നമ്പർ ആവർത്തിച്ച് തൻ്റെ മനസ്സിൽ വായിച്ചു. ആ നിമിഷം അരവിന്ദിൻ്റെ സംശയം സത്യമായി മാറി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. 1 വർഷം മുമ്പും ഇതുപോലൊരു കൊലപാതകം നടന്നിട്ടുണ്ട്. അദ്ദേഹം ആ ഫയലിലെ വിവരങ്ങൾ ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങി. ആ കേസിൽ മരിച്ച മനുഷ്യൻ ഒരു ചെറിയ കച്ചവടക്കാരനായിരുന്നു, ഒരു ബിസിനസ്സുകാരൻ. ആ സംഭവം രാത്രി സമയത്താണ് നടന്നത്. മോഷണം നടന്ന അടയാളമൊന്നുമില്ല. എന്നാൽ ആ കേസിലെ പ്രധാന കാര്യം അത് ചുവരിൽ എഴുതിയിരുന്ന 17 എന്ന നമ്പറാണ്. ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ മാസങ്ങളോളം ശ്രമിച്ചെങ്കിലും യാതൊരു തെളിവുകളും ലഭിച്ചില്ല. അവസാനം ആ കേസ് തെളിയാത്ത കേസായി രജിസ്റ്റർ ചെയ്ത് അവസാനിപ്പിച്ചു. അരവിന്ദ് ആ ഫയലുമായി ഏതാനും നിമിഷങ്ങൾ ശാന്തനായി നിന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു. ഇതൊരു യാദൃശികമായ സംഭവമാണോ, അതോ ആരോ ഒരാളുടെ പദ്ധതിയോ? അദ്ദേഹം വീണ്ടും ആ ഫയൽ തുറന്ന് മരിച്ച മനുഷ്യൻ്റെ പേര് നോക്കി. ആ പേര് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ലാത്തതുപോലെ തോന്നി. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇനിയും ഒരു സംശയമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. ആ പഴയ കേസും ഇപ്പോഴത്തെ രമേശ് വരദൻ കൊലപാതക കേസും ഒന്നിച്ച് ബന്ധപ്പെടുത്തി നോക്കണം. കാരണം 2 സംഭവങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരേ ഒരു അടയാളം 17 എന്ന നമ്പറാണ്. ആ നമ്പർ ഒരു ചെറിയ അടയാളം മാത്രമല്ല, അത് ഒരു തുടർച്ചയായ കഥയുടെ തുടക്കമാവാം. അരവിന്ദ് ആ ഫയലുമായി തൻ്റെ ടേബിളിലേക്ക് നടന്നു. ഈ അന്വേഷണം അദ്ദേഹത്തെ ഇനിയും ഒരു ഇരുണ്ട വശത്തേക്ക് വലിച്ചഴിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം അപ്പോഴും അറിഞ്ഞിരുന്നില്ല. ആ പഴയ ഫയൽ കണ്ടതിന് ശേഷം ഇൻസ്പെക്ടർ അരവിന്ദിൻ്റെ മനസ്സിൽ മുഴുവൻ ഒരുതരം അസ്വസ്ഥത നിറഞ്ഞു. ഇതൊരു സാധാരണ കൊലപാതക കേസല്ല എന്ന് അദ്ദേഹം വ്യക്തമായി തിരിച്ചറിയാൻ തുടങ്ങി. 1999, അതായത് കഴിഞ്ഞ വർഷം നടന്ന പഴയ കൊലപാതക കേസിൻ്റെ വിവരങ്ങൾ. 2 സംഭവങ്ങളിലും പല കാര്യങ്ങളും വ്യത്യസ്തമായിരുന്നെങ്കിലും ചില കാര്യങ്ങൾ അത്ഭുതകരമായി ഒരേപോലെയായിരുന്നു. 2ഉം രാത്രിയിൽ നടന്ന കൊലപാതകങ്ങൾ. 2ലും മോഷണം നടന്ന അടയാളമില്ല. കൂടാതെ പ്രധാനമായും 2ലും ചുവരിൽ രക്തത്തിൽ എഴുതിയിരുന്ന ഒരേ ഒരു നമ്പർ 17. മരിച്ച മനുഷ്യൻ്റെ പേര് ശ്രദ്ധയോടെ നോക്കി. അയാളുടെ പേര് മോഹൻ കുമാർ. ഒരു ചെറിയ തോതിലുള്ള വ്യാപാരി എന്നാണ് ആ ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സാധാരണക്കാരനായി ജീവിച്ച ഒരാളാണെന്ന് രേഖകൾ കാണിക്കുന്നു. എന്നാൽ എന്തിനാണ് ആ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു എന്നതിൻ്റെ ഒരു തെളിവുമില്ല. ഒന്നും അറിയാനും പാടില്ല. ഫയലിലെ മറ്റു വിവരങ്ങളും പതുക്കെ വായിച്ചു. ആ മനുഷ്യൻ്റെ വിദ്യാഭ്യാസ വിവരങ്ങൾ, പഴയ വിലാസം, ജോലി ചെയ്തിരുന്ന സ്ഥലം എല്ലാം അവിടെ രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ആ വിവരങ്ങൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. ആ ഫയലിൽ മോഹൻകുമാർ പഠിച്ച കോളേജിൻ്റെ പേര് നൽകിയിരുന്നു. അത് കണ്ടയുടനെ അരവിന്ദ് രമേശ് വരദൻ്റെ വിവരങ്ങളുള്ള ഫയൽ തുറന്നു. ആ നിമിഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു.
കാരണം രമേശ് വരദനും അതേ കോളേജിലാണ് പഠിച്ചിരുന്നത്. ആ സത്യം അദ്ദേഹത്തെ ഏതാനും നിമിഷങ്ങൾ നിശബ്ദനാക്കി. ഇതൊരു യാദർശികതയാകാൻ ഒരു സാധ്യതയുമില്ല. ഒരേ കോളേജിൽ പഠിച്ച രണ്ട് മനുഷ്യർ ഒരു വർഷത്തെ ഇടവേളയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കൂടാതെ ആ രണ്ട് സംഭവങ്ങളിലും ഉണ്ടായിരുന്ന ഒരേ ഒരു അടയാളം 17 എന്ന ആ നമ്പറാണ്. ആ സമയത്ത് അരവിന്ദൻ്റെ മനസ്സിൽ ഒരു പുതിയ സംശയം ഉയരാൻ തുടങ്ങി. ഈ കൊലപാതകങ്ങൾ ഒരേ മനുഷ്യൻ തന്നെ ചെയ്തതാകുമോ? അതോ ആ കോളേജിൽ നടന്ന ഏതെങ്കിലും ഒരു പഴയ സംഭവമാണോ ഇപ്പോൾ ഈ കൊലപാതകങ്ങൾക്ക് കാരണമായിരിക്കുന്നത്? ഒരുപക്ഷെ ഇതൊരു കൂട്ടഗൂഢാലോചനയാണോ? അദ്ദേഹം ഉടനെ ഒരു തീരുമാനത്തിലെത്തി. ഈ കേസിൻ്റെ കുരുക്കഴിക്കണമെങ്കിൽ ആ കോളേജിലെ പഴയ റെക്കോർഡുകൾ പരിശോധിക്കണം. ആ കോളേജിൽ എന്ത് സംഭവിച്ചു? രമേശ് വരദനും മോഹൻകുമാറും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? കൂടാതെ ആ 17 എന്ന നമ്പറിൻ്റെ അർത്ഥം എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആ കോളേജിൻ്റെ ഭൂതകാലത്തിലുണ്ടാകാം. ആ സമയത്ത് അരവിന്ദ് പതുക്കെ തൻ്റെ കസാരയിൽ നിന്നും എഴുന്നേറ്റു. കയ്യിലുണ്ടായിരുന്ന ആ 2 ഫയലുകളും എടുത്തു. അദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പോൾ ഒരു കാര്യം മാത്രം വ്യക്തമായി. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു കഥയുടെ ആരംഭമാണ്. ആ കഥയുടെ സത്യം കണ്ടെത്താൻ അദ്ദേഹം ഇപ്പോൾ ആ കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ ഇൻസ്പെക്ടർ അരവിന്ദ് തൻ്റെ ജീപ്പിൽ ശാന്തനായിരിക്കുന്നു. നഗരത്തിലെ രാവിലത്തെ ഗതാഗതം പതുക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വാഹനങ്ങളുടെ ശബ്ദവും ആളുകൾ നടക്കുന്ന ബഹളവുമൊക്കെ പതിവ് പോലെ ആയിരുന്നുവെങ്കിലും അരവിന്ദൻ്റെ മനസ്സ് മുഴുവനും ആ കേസിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 ഫയലുകൾ, ഒന്ന് രമേശ് വരദൻ്റെ കൊലപാതകം, മറ്റൊന്ന് മോഹൻകുമാറിൻ്റെ കൊലപാതക കേസ്. അതിലുള്ള ഏക അടയാളം 17. അല്പസമയത്തിൻ്റെ ഉള്ളിൽ ജീപ്പ് നഗരത്തിൻ്റെ അതിർത്തിയിലുണ്ടായിരുന്ന ആ പഴയ കോളേജ് ക്യാമ്പസിൻ്റെ മുന്നിൽ വന്നു. വലിയ ഇരുമ്പ് ഗേറ്റ്, പഴയ കെട്ടിടങ്ങൾ, 100 കണക്കിന് വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അരവിന്ദ് പതുക്കെ ജീപ്പിൽ നിന്നും ഇറങ്ങി. അദ്ദേഹം ആ കോളേജ് ക്യാമ്പസ് ഒരു നിമിഷം ശാന്തനായി നോക്കി. ആ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വികാരം തോന്നി. എന്നാൽ ആ വികാരത്തെ അദ്ദേഹം ഉടനെ മാറ്റിക്കളഞ്ഞ് നേരെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്ക് നടന്നു. അവിടെയുള്ള ഉദ്യോഗസ്ഥന് തൻ്റെ ഐഡൻറ്റിറ്റി കാണിച്ച് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ചില പഴയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഉദ്യോഗസ്ഥൻ അല്പം ആലോചിച്ച് പഴയ റെക്കോർഡുകൾ സൂക്ഷിച്ചിരുന്ന മുറി കാണിച്ചു കൊടുത്തു. ആ മുറി വളരെ പഴയതായിരുന്നു. മര അലമാരകൾ, പൊടി പിടിച്ച ഫയലുകൾ, വർഷങ്ങൾ പഴക്കമുള്ള റെക്കോർഡുകൾ. അരവിന്ദ് ആ അലമാരകൾ ഓരോന്നായി തുറന്നു നോക്കാൻ തുടങ്ങി. അദ്ദേഹം തിരയുന്നത് ഒരേ ഒരു കാര്യം മാത്രം: രമേശ് വരദൻ, മോഹൻകുമാർ എന്നിവരുടെ രേഖകൾ. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ആ 2 പേരുകളും ഒരു റെക്കോർഡിൽ കണ്ടെത്തി. അദ്ദേഹം ആ പേജ് ശ്രദ്ധയോടെ നോക്കി. ആ റെക്കോർഡിൽ ഇനിയും ഒരുപാട് പേരുകളുണ്ടായിരുന്നു. അതേ വർഷം അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ. ആ പേരുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സംശയം ഉയരാൻ തുടങ്ങി. കാരണം ആ പട്ടികയിലുണ്ടായിരുന്ന ഇത്രയും പേരുകളെ എങ്ങനെ കൈകാര്യം ചെയ്യും, ഇവരെ എങ്ങനെ ചോദ്യം ചെയ്യും എന്നുള്ള ചിന്തയായിരുന്നു അത്. ആ സമയത്ത് മോഹൻകുമാറിനെയും രമേശ് വരദനെയും കുറിച്ച് ആ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ അകത്തേക്ക് വന്നു. അദ്ദേഹം ആ കോളേജിലെ പഴയ ഓഫീസ് ജീവനക്കാരനായിരുന്നു. അദ്ദേഹം അരവിന്ദനെ നോക്കി ചോദിച്ചു, നിങ്ങൾ പോലീസാണോ? അരവിന്ദ് തലയാട്ടി. അരവിന്ദ് ആ ഫയലിലുള്ള വർഷത്തെക്കുറിച്ച് ഇയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, അതെ, ആ വർഷം ഇവിടെ ഒരു പ്രശ്നം നടന്നിരുന്നു. ആ വയോധികൻ പതുക്കെ പറഞ്ഞു. ആ വാക്കുകൾ അരവിന്ദിൻ്റെ ശ്രദ്ധ മുഴുവനും പിടിച്ചുപറ്റി. കാരണം ചില സമയങ്ങളിൽ ഒരു കൊലപാതക കേസിൻ്റെ സത്യം ഇങ്ങനെയുള്ള മറയ്ക്കപ്പെട്ട ചെറിയ സംഭവങ്ങളിലായിരിക്കും ഒളിഞ്ഞിരിക്കുക എന്ന് അരവിന്ദിന് പൂർണ്ണമായും അറിയാം. ആ വയോധികൻ പറഞ്ഞു, അതേ കാലഘട്ടത്തിൽ ഹോസ്റ്റലിൽ ഒരു പ്രശ്നം നടന്നിരുന്നു എന്നതായിരുന്നു അത്. ആ വാക്കുകൾ ഒരു സാധാരണ വിവരം പോലെ തോന്നുമെങ്കിലും വർഷങ്ങളോളം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന അരവിന്ദിന് ഒരു കാര്യം വ്യക്തമായിരുന്നു: പല കൊലപാതക കേസുകളുടെ പിന്നിലും ഇത്തരത്തിൽ മറയ്ക്കപ്പെട്ട ചില ചെറിയ സംഭവങ്ങളായിരിക്കും യഥാർത്ഥ കാരണം. എന്ത് പ്രശ്നമാണ് നടന്നത്? അദ്ദേഹം പതുക്കെ ആ വയോധികനോട് ചോദിച്ചു. ആ മനുഷ്യൻ ഏതാനും നിമിഷങ്ങൾ ആലോചിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാർ, അതൊരുപാട് കാലം മുമ്പ് നടന്ന കാര്യമാണ് സാർ. എനിക്കും കൃത്യമായി ഓർമ്മയില്ല. പക്ഷെ അന്ന് കോളേജിൽ പുതിയ വിദ്യാർത്ഥികളെ വരവേൽക്കുന്ന ദിവസമായിരുന്നു സാർ. ഒരുപാട് സ്റ്റുഡൻസും വന്നും പോയും ഇരുന്ന സമയമായിരുന്നു അത്. അന്നൊരു വിദ്യാർത്ഥിയെ കുറച്ചുപേർ വല്ലാതെ അപമാനിച്ചു. റാഗിങ് ചെയ്തതാണെന്ന് തോന്നുന്നു. ആ വാക്ക് കേട്ടതും അരവിന്ദൻ്റെ ശ്രദ്ധ കൂടുതൽ കൂർത്തു. ആരാണ് ആ പയ്യൻ? ഹോസ്റ്റലിലെ പയ്യനാണ് സാർ. അവൻ്റെ പേര്? ആ പയ്യൻ്റെ പേര് സുബ്ബുരാജ്. അതെ, സുബ്ബുരാജ്. ആ പേര് ആ മുറിയുടെ നിശബ്ദതയിൽ പതുക്കെ മുഴങ്ങി. അരവിന്ദ് ആ പേര് മനസ്സിലുറപ്പിച്ചു. ആ, സുബ്ബുരാജ് എന്തു ചെയ്യുന്നു?
സാർ, അവൻ പാവമാണ് സാർ. ശാന്തനായിരിക്കുന്ന പയ്യനാണ്. ഇപ്പോൾ ആ വയോധികൻ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. കൃത്യമായി എനിക്കറിയില്ല സാർ. പക്ഷെ അന്ന് ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഒരു 4-5 പിള്ളേരുണ്ടായിരുന്നു. അവർ സുബ്ബുരാജിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു. അതായത് ഈ റാഗിങ് ചെയ്യുമല്ലോ സാർ, അത് തന്നെ. ഡാൻസ് കളിക്കാൻ പറഞ്ഞു, പാട്ടുപാടാൻ പറഞ്ഞു. അതൊക്കെ പോട്ടെ സാർ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ പയ്യൻ്റെ ഷർട്ടൊക്കെ ഊരാൻ പറഞ്ഞ് വല്ലാതെ അപമാനിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആ സുബ്ബുരാജ് കോളേജിലും വന്നില്ല, ഹോസ്റ്റലിലും കാണാനില്ലായിരുന്നു. അരവിന്ദൻ്റെ നോട്ടം കൂർത്തു. അവൻ വന്നില്ലേ? പിന്നെ എവിടെ പോയി? അറിയില്ല സാർ. ചിലർ പറഞ്ഞു അവൻ വീട്ടിൽ പോയി കാണുമെന്ന്. പിന്നീട് ഞങ്ങൾ വീട്ടിൽ പോയി അന്വേഷിച്ചു. അവർ പറഞ്ഞു അവൻ അവിടെ വന്നിട്ടില്ല എന്ന്. എന്നിട്ട് ഞങ്ങളുടെ മേൽ പരാതി നൽകി. പിന്നീട് പോലീസ് അന്വേഷിച്ചു. അവൻ അപമാനം താങ്ങാനാവാതെ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ ആ വാചകം പൂർത്തിയാക്കാതെ നിന്നു. അരവിന്ദ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്തുവെങ്കിൽ ബോഡി കിട്ടിയോ? ആ വാക്കുകൾ ആ മുറിയിൽ ഒരു ഭാരമേറിയ നിശബ്ദതയുണ്ടാക്കി. അരവിന്ദ് പതുക്കെ മേശപ്പുറത്തിരുന്ന ആ പഴയ റെക്കോർഡുകൾ നോക്കി. ഇല്ല സാർ, ബോഡിയൊന്നും കിട്ടിയില്ല. അറിയില്ല സാർ. ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ വീണിട്ടുണ്ടാകും, അല്ലെങ്കിൽ കിണറ്റിൽ ചാടിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും വ്യക്തമായിട്ടറിയില്ല. അരവിന്ദ് പതുക്കെ ചിന്തിച്ചു. ചില സമയങ്ങളിൽ ഒരു സംഭവം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത് വർഷങ്ങൾ കഴിഞ്ഞു പോലും ഒരു സത്യമായ കഥയുടെ തുടക്കമായി മാറും. അദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പോൾ ഒരു പുതിയ ചോദ്യമുയർന്നു. ആ സുബ്ബുരാജ് സത്യത്തിൽ മരിച്ചോ, അതോ ആ രാത്രി നടന്ന സംഭവമാണോ ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് കാരണം? ഇപ്പോൾ അരവിന്ദ് പതുക്കെ ആ വയോധികനോട് ചോദിച്ചു, ആ 4-5 പിള്ളേർ എന്ന് പറഞ്ഞല്ലോ, ആ പിള്ളേരുടെ പേരൊക്കെ നിങ്ങൾക്കറിയാമോ? ആ മനുഷ്യൻ മറുപടി പറയാൻ പോകുന്ന ആ നിമിഷത്തിൽ അരവിന്ദൻ്റെ മനസ്സിലൊരു കാര്യം വ്യക്തമായി. ഈ കേസ് ഒരു സാധാരണ കൊലപാതക കേസല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഒരു പകവീട്ടൽ കഥയുടെ ആരംഭമാണ്. ഈ വയോധികനായ ജീവനക്കാരൻ നൽകിയ വിവരം ഇൻസ്പെക്ടർ അരവിന്ദൻ്റെ മനസ്സിൽ കറങ്ങിക്കൊണ്ടേയിരുന്നു. സുബ്ബുരാജ് എന്ന പേര് ഇപ്പോൾ ഈ കേസിൻ്റെ പ്രധാന അടയാളമായി മാറിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളുമായി ബന്ധമുണ്ടാകാമെന്ന ചിന്ത അദ്ദേഹത്തിൽ ബലപ്പെട്ടു. അരവിന്ദ് മേശപ്പുറത്തിരുന്ന ആ പഴയ റെക്കോർഡുകൾ വീണ്ടും ശ്രദ്ധയോടെ വായിച്ചു. ആ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ പട്ടികയിൽ ചില പേരുകൾ വ്യക്തമായിരുന്നു. അതിലൊരു വയോധികൻ പറഞ്ഞ പേരുകൾ ഇപ്പോൾ പ്രധാനമായി തോന്നി. ആ പേരുകൾ രമേശ് വരിതൻ, മോഹൻകുമാർ, വിജയ്, സുരേഷ്. ആ 4 പേരും അക്കാലത്ത് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് ആ പഴയ ജീവനക്കാരൻ പറഞ്ഞിരുന്നു. കോളേജ് ക്യാമ്പസിൽ എപ്പോഴും ഒന്നിച്ചു നടക്കുന്ന ഒരു ടീം, അടിയും ബഹളവുമൊക്കെയായിട്ട് നടക്കുന്നവർ. അരവിന്ദ് ആ പട്ടിക ഏതാനും നിമിഷങ്ങൾ ശാന്തനായി നോക്കി. ഈ 4 പേരിൽ 2 പേർ ഇതിനകം മരിച്ചു കഴിഞ്ഞു, രമേശ് വരിതൻ, മോഹൻകുമാർ. ആ ഓർമ്മ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കഠിനമായ സത്യം രൂപപ്പെടുത്തി. ഇത് സാധാരണ സംഭവമല്ല. ആരോ ഒരാൾ ആസൂത്രണം ചെയ്ത് ഈ മനുഷ്യരെ തെരഞ്ഞുപിടിച്ച് കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം വളരെ വ്യക്തമായിരുന്നു. ഈ ഗ്രൂപ്പിൽ ഇനി ജീവനോടെയുള്ളത് 2 പേരാണ്. ആ പട്ടികയിലുണ്ടായിരുന്ന വിലാസങ്ങൾ അദ്ദേഹം ശ്രദ്ധയോടെ നോക്കി. ചിലർ ഇനിയും ചെന്നൈ നഗരത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. ഈ മനുഷ്യരിൽ ഒരാളെ ഉടൻ തന്നെ നേരിൽ കാണണം. അദ്ദേഹം ആ ഫയലുകൾ മേശപ്പുറത്ത് വെച്ച് എഴുതി. ചില സമയങ്ങളിൽ ഒരു കേസിൻ്റെ സത്യം കടലാസുകളിൽ ലഭിക്കില്ല. അത് മനുഷ്യരുടെ മുഖത്തുള്ള ഭയത്തിലാണ് കാണാൻ സാധിക്കുക. അടുത്തതായി വിജയ്, സുരേഷ് എന്നിവരുടെ പഴയ വിലാസത്തിൽ നിന്നും പുതിയ വിലാസം തിരയാൻ അദ്ദേഹം തുടങ്ങി. അരവിന്ദ് ഈ കേസിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്ന് രാത്രി ചെന്നൈ നഗരം പതുക്കെ ശാന്തതയിൽ മുങ്ങുകയായിരുന്നു. വൈകുന്നേരം പെയ്ത നേരിയ മഴ കാരണം റോഡുകൾ ഇനിയും നനഞ്ഞു കിടക്കും. തെരുവ് വിളക്കുകൾ മഞ്ഞ വെളിച്ചത്തിൽ ആ റോഡുകളെ മങ്ങിയ രീതിയിൽ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരുന്നു. നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം വാഹനങ്ങൾ നീങ്ങുന്ന ശബ്ദം കേട്ടു. എന്നാൽ ആ സ്ഥലം വളരെ ശാന്തമായിരുന്നു. അവിടെ താമസിച്ചിരുന്ന ആളുകൾ മിക്കവാറും രാത്രിയാകുന്നതിന് മുമ്പേ വീടുകൾക്കുള്ളിൽ കയറിപ്പോകും. ആ ശാന്തമായ തെരുവിൻ്റെ നടുവിൽ ഒരു 2 നില വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തിയാണ് വിജയ്. വിജയ് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ്. സാധാരണ ജീവിതം. പുറമേന്ന് നോക്കിയാൽ വളരെ സാധാരണമായ ജീവിതം പോലെയായിരുന്നു. എന്നാൽ ആ രാത്രി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തരം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. കുറച്ച് ദിവസങ്ങളായി വിജയ് ശരിയായി ഉറങ്ങിയിരുന്നില്ല. ചില ഓർമ്മകൾ അദ്ദേഹത്തെ വിട്ടുമാറാതെ പിന്തുടരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. ആ സംഭവത്തെ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ മറന്നുപോയി എന്നാണ് കരുതിയത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തി. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആ പഴയ ഓർമ്മകളെ വീണ്ടും ഉണർത്തിയത്. രമേശ് വരിതൻ മരിച്ചുപോയി. ആ വാർത്ത അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിലാഴ്ത്തി. അതൊരു സാധാരണ മരണമല്ല എന്ന് അദ്ദേഹം കേട്ടു. അതൊരു കൊലപാതകമാണ്. ആ വാർത്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഭയമുണ്ടാക്കി.
കാരണം രമേശ് വരദൻ അദ്ദേഹത്തിൻ്റെ കോളേജ് സുഹൃത്തായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവർ 4 പേരും എപ്പോഴും ഒന്നിച്ച് നടക്കുന്ന കൂട്ടമായിരുന്നു. സുഹൃത്തുക്കൾക്കെല്ലാം അറിയാവുന്ന കോളേജിലെ ഒരു ഫേമസ് ടീം. ചിരിയും തമാശയും ബഹളവുമൊക്കെയായി അവരുടെ കോളേജ് ജീവിതം അങ്ങനെയായിരുന്നു. ആ ദിവസങ്ങളെ ഓർത്താൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിലപ്പോൾ ചിരി വരുമെങ്കിലും ഇപ്പോൾ ഒരു വിചിത്ര ഭയമുയരും. ആ ഭയത്തിൻ്റെ കാരണം അവരുടെ കളികൾ കൊണ്ടൊരു ജീവൻ പൊലിഞ്ഞു എന്നതാണ്. അവൻ എവിടെ പോയി എന്ന് പോലും അറിയില്ല. ആത്മഹത്യ ചെയ്തോ? അത് ഓർത്താൽ തന്നെ വിജയ്ക്ക് ഒരു സമാധാനവുമില്ല. വിജയ് ആ ഓർമ്മകളെ മനസ്സിൽ നിന്നും തള്ളിമാറ്റി ഹാളിലുണ്ടായിരുന്ന ടെലിവിഷൻ ഓഫ് ചെയ്തു. വീട് മുഴുവനും നിശബ്ദമായി. ചുവരിലുണ്ടായിരുന്ന ക്ലോക്ക് പതുക്കെ ഓടുന്ന ശബ്ദം മാത്രം കേട്ടു. വിജയ് പതുക്കെ ജനലിൻ്റെ അടുത്ത് പോയി പുറത്തേക്ക് നോക്കി. തെരുവ് മുഴുവനും ശാന്തത. ചില തെരുവ് നായ്ക്കൾ ദൂരെ കുരയ്ക്കുന്ന ശബ്ദം. വിജയ് തിരികെ അകത്തേക്ക് വന്നു. ആ സമയത്ത് വീടിൻ്റെ വാതിലിൻ്റെ പുറത്ത് ഒരു പതുക്കെയുള്ള ശബ്ദം കേട്ടു. ആദ്യം അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. എന്നാൽ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും അതേ ശബ്ദം. ആരോ വാതിലിൽ പതുക്കെ തട്ടുന്ന പോലെ. വിജയ് അല്പം മടിയോടെ വാതിലിൻ്റെ അടുത്ത് പോയി നിന്നു. ആരാത്? അദ്ദേഹം ചോദിച്ചു. പുറത്തു നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ല. വിജയ് പതുക്കെ വാതിൽ തുറന്നു. പുറത്ത് ആരുമില്ലായിരുന്നു. അദ്ദേഹം ചുറ്റും നോക്കി. ആ തെരുവ് ഇനിയും ശാന്തമാണ്. വിജയ് വാതിലടയ്ക്കാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ പിന്നിൽ നിന്നും കൈ പോലെയുള്ള ഒന്ന് വേഗത്തിൽ നീങ്ങി. അതിനുശേഷം എല്ലാം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നടന്നു തീർന്നു. വിജയ് ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ കഴിയാതെ നിലത്ത് വീണു. ആ വീട് വീണ്ടും നിശബ്ദതയിൽ മുങ്ങി. പിറ്റേ ദിവസം ആ സ്ഥലത്ത് വിജയ് മരിച്ചെന്ന വാർത്ത വേഗത്തിൽ പടർന്നു. പോലീസ് ആ വീടിൻ്റെ ചുറ്റും നിരന്നു. അയൽവാസികളെല്ലാവരും അവിടെ തടിച്ചുകൂടി. ആ വീടിൻ്റെ ഹാളിൽ നിലത്തെ രക്തത്തിൽ കിടന്നിരുന്ന വിജയുടെ മൃതദേഹം പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് ഇൻസ്പെക്ടർ അരവിന്ദ് ആ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു. അദ്ദേഹം പതുക്കെ ആ സ്ഥലം ചുറ്റും നോക്കി. ആ കാഴ്ച അദ്ദേഹത്തിന് പുതിയതല്ലായിരുന്നു. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു വീട്ടിൽ ഇതുപോലൊരു കൊലപാതകം അദ്ദേഹം കണ്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം പതുക്കെ ചുവരിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. ആ ചുവരിൽ രക്തത്തിൽ എഴുതിയിരുന്നു അതേ നമ്പർ, 17 എന്ന ആ നമ്പർ. അത് കണ്ടതും അരവിന്ദിൻ്റെ മനസ്സിൽ സത്യം കൂടുതൽ ബലപ്പെട്ടു. ഈ കൊലപാതകങ്ങൾ സുബ്ബുരാജിൻ്റെ മരണത്തിന് പകവീട്ടാനായി ആരോ ചെയ്യുന്ന റിവെഞ്ചാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. അതേസമയം ആ വീട്ടിൽ വിജയ് ഒറ്റയ്ക്കല്ലായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കുടുംബമായിരുന്നു. ഭാര്യ മീന, കൂടാതെ 14 വയസ്സുള്ള മകൻ ആദിത്യ. ആ ചെറിയ കുടുംബം വളരെ ശാന്തമായ ജീവിതമാണ് നയിച്ചിരുന്നത്. എന്നാൽ ആ രാത്രി ആ വീട്ടിൽ ശബ്ദമുണ്ടായിരുന്നില്ല. മീന തൻ്റെ മകനെയും കൂട്ടി തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം അവിടെ ഒരു കുടുംബച്ചടങ്ങുള്ളതിനാൽ അവർ 2 ദിവസം മുന്നേ നാട്ടിലേക്ക് പോയി. വിജയും അവരോടൊപ്പം പോകാൻ കരുതിയിരുന്നു. എന്നാൽ ഓഫീസിൽ ജോലിയുള്ളതിനാൽ ഞാൻ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വരാമെന്ന് പറഞ്ഞ് അവരെ അയച്ചു. ആ തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന തീരുമാനമാക്കി മാറുക എന്നത് ആ സമയത്ത് ആരും അറിഞ്ഞില്ല. ആ രാത്രി ആ വീട്ടിൽ വിജയ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ശാന്തമായ വീട്ടിൽ ടെലിവിഷൻ ശബ്ദം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിജയ് കൊല ചെയ്യപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. വിജയ് കൊല ചെയ്യപ്പെട്ട വാർത്ത പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മീന ഈ വിവരമറിഞ്ഞപ്പോൾ അവർക്ക് ചുറ്റുമുള്ള ലോകം ഒരു നിമിഷം നിശ്ചലമായ പോലെ തോന്നി. അന്നവൾ തൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു. മകൻ ആദിത്യ അടുത്തുണ്ടായിരുന്നു. ആ സമയത്തൊരു ഫോൺ വിളി വന്നു. മറുപുറത്തുണ്ടായിരുന്ന ശബ്ദം പതുക്കെയാണെങ്കിലും അതിലൊരു വെപ്രാളമുണ്ടായിരുന്നു. മീന, ഉടനെ ചെന്നൈയിലേക്ക് വരൂ. മീനയ്ക്ക് ആ വാക്കുകൾ ഉടനെ മനസ്സിലായില്ല. എന്നാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സത്യം അവളുടെ മനസ്സിൽ വ്യക്തമായി. അതെ, വിജയ് മരിച്ചിരിക്കുന്നു. ആ വാർത്ത അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു. ഇന്നലെ രാത്രിയല്ലേ ഞാൻ ഫോണിൽ അദ്ദേഹത്തോട് സംസാരിച്ചത്? ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവൾ ചെന്നൈയിലെ വീട്ടിലെത്തിയപ്പോൾ ആ തെരുവ് മുഴുവനും പോലീസ് വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അയൽവാസികളെല്ലാവരും ആ വീടിൻ്റെ ചുറ്റും നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച അവൾക്ക് കൂടുതൽ ഭയമുണ്ടാക്കി. വീടിൻ്റെ ഉള്ളിൽ കടന്നതും അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ഇൻസ്പെക്ടർ അരവിന്ദ് ആ വീടിൻ്റെ ഒരു മൂലയിൽ ശാന്തനായി നിൽക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളുടെ അനുഭവമുള്ള പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചകൾ അദ്ദേഹം പലതവണ കണ്ടിട്ടുണ്ട്. എങ്കിലും ഓരോ തവണയും ആ വീട്ടിലെ ശാന്തത അദ്ദേഹത്തെ ഒരു നിമിഷം നിശബ്ദനാക്കും. അദ്ദേഹം പതുക്കെ മീനയുടെ അടുത്തേക്ക് പോയി. ഇവിടെ നോക്കാമേ, ഞാനാണ് ഇൻസ്പെക്ടർ അരവിന്ദ് എന്ന് പതുക്കെ പറഞ്ഞു. മീന തല ഉയർത്തി നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. അമ്മേ, നിങ്ങളുടെ ഭർത്താവ് ഈ കുറച്ച് നാളുകളായി എന്തെങ്കിലും വിഷമത്തിലായിരുന്നോ? അരവിന്ദ് പതുക്കെ ചോദിച്ചു. മീന ഏതാനും നിമിഷങ്ങൾ ആലോചിച്ചു. അതിനുശേഷം പതുക്കെ പറഞ്ഞു, അതെ, അവസാനത്തെ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ഒരു ചിന്തയിലായിരുന്നു. എന്തെങ്കിലും വിഷമമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അരവിന്ദ് ശ്രദ്ധയോട് ചോദിച്ചു. മീന തലയാട്ടി. ഇല്ല, അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ 2 ദിവസം മുമ്പ് ഒരു പഴയ പെട്ടിയെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ആ വാക്ക് അരവിന്ദൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഏത് പെട്ടി?
മീന ഹാളിൻ്റെ ഒരു മൂലയിലിരുന്നൊരു പഴയ അലമാര കാണിച്ചു. അരവിന്ദ് അലമാര തുറന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പഴയ പെട്ടിയുണ്ടായിരുന്നു. അദ്ദേഹം അത് പതുക്കെ തുറന്നു. അതിൻ്റെ ഉള്ളിൽ ചില പഴയ ഫോട്ടോകളുണ്ടായിരുന്നു. ആ ഫോട്ടോകൾ കണ്ട നിമിഷം അരവിന്ദ് കുറച്ചു നേരം നിശബ്ദനായി നിന്നു. അത് അവരുടെ കോളേജ് ഗ്രൂപ്പ് ഫോട്ടോയായിരുന്നു. അതിൽ 5 വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ട്. രമേശ്, മോഹൻ, വിജയ്, പിന്നെ 2 പേർ കൂടി. അവരെല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ഫോട്ടോ അരവിന്ദ് കൂടുതൽ ശ്രദ്ധയോടെ നോക്കി. ആ ഫോട്ടോയുടെ പിന്നിൽ ഒരു തീയതി എഴുതിയിരുന്നു, ജൂലൈ 17. ആ നമ്പർ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം കൂടുതൽ ഉറപ്പായി. കാരണം ആ നമ്പർ അദ്ദേഹം കണ്ട 2 സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു, 17. ആ നിമിഷം അരവിന്ദിനൊരു കാര്യം മനസ്സിലായി. ഈ കൊലപാതകങ്ങളെല്ലാം ഒരു കഥയുടെ തുടർച്ചയാണെന്ന്. ആ കഥയുടെ തുടക്കം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കോളേജിലെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഫോട്ടോയിലുണ്ടായിരുന്ന 3 മുഖങ്ങളെ അരവിന്ദ് ഇതിനകം കണ്ടിരിക്കുന്നു. രമേശ് വരദൻ, മോഹൻകുമാർ, വിജയ്. ഇപ്പോൾ അവർ 3 പേരും ജീവനോടെയില്ല. ആ സത്യം അരവിന്ദിൻ്റെ മനസ്സിൽ ഒരു കഠിനമായ വേദനയുണ്ടാക്കി. അദ്ദേഹം ആ ഫോട്ടോ വീണ്ടും ശ്രദ്ധയോടെ നോക്കി. അതിൽ ഇനിയും 2 പേരുണ്ടായിരുന്നു. അതിലൊരാൾ ചിരിച്ചുകൊണ്ട് സുഹൃത്തുക്കളുടെ തോളിൽ കൈവച്ചിരിക്കുന്നു. മറ്റൊരാൾ കുറച്ചു പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ 2 പേരുടെയും മുഖങ്ങൾ അരവിന്ദിന് പുതിയതായിരുന്നു. അദ്ദേഹം ആ ഫോട്ടോ പതുക്കെ മേശപ്പുറത്ത് വെച്ചു. ഇവരൊക്കെ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് മീനയോട് ചോദിച്ചു. മീന കരഞ്ഞുകൊണ്ട് ആ ഫോട്ടോ നോക്കി. എല്ലാവരും എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സാണ് സാർ, പക്ഷെ ഇപ്പോൾ അധികം കോണ്ടാക്റ്റില്ല. അരുൺ, വിജയ്, മോഹൻ എന്നിവരോടൊപ്പം അദ്ദേഹം ഇടയ്ക്കിടെ സംസാരിക്കുമായിരുന്നു എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ പേര് കേട്ടതും അരവിന്ദ് അത് മനസ്സിലുറപ്പിച്ചു. അപ്പോൾ ആ മറ്റുള്ളവരിൽ ഒരാൾ അരുണാണ്. മറ്റേയാൾ ആരാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് എന്നാണ് സാർ. അരവിന്ദ് ആ ഫോട്ടോ വീണ്ടും കയ്യിലെടുത്തു. അതൊരു സാധാരണ കോളേജ് ഫോട്ടോ പോലെയാണെങ്കിലും അതാണിപ്പോൾ ഈ കേസിൻ്റെ ഒരു പ്രധാന തെളിവായി മാറിയിരിക്കുന്നത്. ആ ഫോട്ടോയിലുണ്ടായിരുന്ന 5 പേരിൽ 3 പേർ ഇതിനകം കൊല ചെയ്യപ്പെട്ടു. അതായത് കഥയിൽ ഇനി 2 പേർ കൂടി ബാക്കിയുണ്ട്. ആ സമയത്ത് അരവിന്ദിൻ്റെ മനസ്സിലൊരു ചിന്തയുയർന്നു. ഈ 2 പേരിൽ ഒരാളാകാം അടുത്ത ഇര. അദ്ദേഹം ഉടനെ തൻ്റെ നോട്ട്ബുക്കിൽ ആ പേരുകൾ എഴുതി. അരുൺ, സുരേഷ്. ഈ 2 പേരും ഇപ്പോൾ ജീവനോടെയുണ്ട്. അവരെ കണ്ടെത്തുക എന്നത് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമാണ്. കാരണം കൊലയാളി അവരെ വിടില്ല. ആ സമയത്ത് നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് തൻ്റെ വീട്ടിലിരിക്കുന്നു. അവൻ്റെ പേര് അരുൺ. അവൻ ഇരിക്കുന്ന ടേബിളിൻ്റെ മുന്നിൽ ഒരു പഴയ പത്രമുണ്ടായിരുന്നു. ആ പത്രത്തിൽ ഒരു ചെറിയ വാർത്തയുണ്ടായിരുന്നു. രമേശ് വരദൻ കൊല ചെയ്യപ്പെട്ടു. ആ വാർത്ത അവൻ വീണ്ടും വീണ്ടും വായിച്ചു. അവൻ്റെ കയ്യിലിരുന്ന കടലാസ് പതുക്കെ വിറച്ചു. അവൻ്റെ മനസ്സിൽ ഒരു ഓർമ്മ ഉണരാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കാര്യം, ആ ചിരിയും ആ പരിഹാസവും, കൂടാതെ ആ മനുഷ്യൻ അപമാനത്തിൽ നിൽക്കുന്നതും. ആ ഓർമ്മയിൽ നിന്നും അവൻ പെട്ടെന്ന് തലയുയർത്തി. അവൻ പതുക്കെ തന്നോട് തന്നെ പറഞ്ഞു, ഇല്ല, ഇതൊരു യാദൃച്ഛികതയല്ല. അവൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. കാരണം അവൻ്റെ മനസ്സിലൊരു സത്യം മാത്രം വ്യക്തമായിരുന്നു. അവൻ വന്നതാണോ അതോ അവന് വേണ്ടി ആരോ പകവീട്ടാൻ വന്നതാണോ? അതേസമയം നഗരത്തിൻ്റെ ഇരുട്ടിൽ ആരോ ഒരാൾ ശാന്തനായി നടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം. ആ രാത്രി മറക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ. ആ തീയതി 17. വിജയുടെ വീട്ടിൽ നിന്നും ഇൻസ്പെക്ടർ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഓടുന്നുണ്ടായിരുന്നു. ആ പഴയ ഫോട്ടോ ഇപ്പോൾ ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറിയിരിക്കുന്നു. അദ്ദേഹം തൻ്റെ ജീപ്പിലിരുന്ന ആ ഫോട്ടോ വീണ്ടും നോക്കി. അവരുടെ മുഖങ്ങൾ ഇപ്പോൾ കഴിഞ്ഞകാല ഓർമ്മകളായി മാറിയിരിക്കുന്നു. ബാക്കിയുള്ള 2 പേർ മാത്രം ഇനിയും ജീവനോടെയുണ്ട്, അരുൺ, സുരേഷ്. അവരിൽ ആരാണ് അടുത്ത ഇര? ആ ചോദ്യം അരവിന്ദിൻ്റെ മനസ്സിൽ വ്യക്തമായിരുന്നു. അദ്ദേഹം ഉടൻ തൻ്റെ സഹായിയെ വിളിച്ചു. ഈ 2 പേരുടെയും നിലവിലുള്ള വിലാസം ഉടനെ കണ്ടെത്തണം. അതാണ് ഈ കേസിലെ ഇപ്പോൾ അത്യാവശ്യം. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വിവരം വന്നു. അരുൺ ചെന്നൈ നഗരത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. ആ വിവരം കേട്ടതും അരവിന്ദ് ഉടനെ ഒരു തീരുമാനത്തിലെത്തി. ആദ്യം പോയി അരുണിനെ കാണണം. കാരണം കൊലയാളി അദ്ദേഹത്തിന് മുമ്പേ അവിടെ എത്താതിരിക്കട്ടെ. അരുണാണെങ്കിൽ തൻ്റെ വീട്ടിൽ ശാന്തനായിരിക്കുന്നു. ആ വാർത്ത വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ തവണ വായിക്കുമ്പോഴും അതിലെ അക്ഷരങ്ങൾ അവന് വലിയ ഭയമുണ്ടാക്കി. അവൻ പതുക്കെ എഴുന്നേറ്റ് ജനലിൻ്റെ അടുത്തേക്ക് പോയി. പുറത്ത് ഇരുട്ട് മാത്രമായിരുന്നു. ആ ഇരുട്ടിലെന്തോ ഒളിഞ്ഞിരിക്കുന്നത് പോലെ അവന് തോന്നി. കോളേജിൽ ആ ദിവസത്തെ ഓർത്തപ്പോൾ അരുണിൻ്റെ മനസ്സിൽ ഒരു കുറ്റബോധം ഉയരാൻ തുടങ്ങി. ആ സംഭവം അന്നവർക്കൊരു ചെറിയ കാര്യം പോലെയായിരുന്നു തോന്നിയത്. സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്തൊരു വിനോദം. എന്നാൽ അതാ രാത്രി ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞുവെന്ന് അവരാരും മനസ്സിലാക്കിയില്ല. അരുൺ പതുക്കെ തന്നോട് തന്നെ പറഞ്ഞു, അവൻ മരിച്ചിട്ടുണ്ടാകുമല്ലോ. എന്നാൽ ആ വാക്ക് പറഞ്ഞ ഉടനെ അവൻ്റെ മനസ്സിലൊരു സംശയം ഉയർന്നു.
സത്യത്തിൽ അവൻ മരിച്ചോ? ഈ പകവീട്ടലൊക്കെ അവന് വേണ്ടിയാണെങ്കിൽ ആരാണിതൊക്കെ ചെയ്യുന്നത്? കാരണം ഇപ്പോൾ നടക്കുന്ന ഈ കൊലപാതകങ്ങളെല്ലാം അവൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവൻ്റെ വീടിന് പുറത്ത് ഒരു മനുഷ്യൻ ശാന്തനായി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ആ വീടിനെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ മുഖത്ത് ദേഷ്യമില്ല, പരിഭ്രമമില്ല. അവൻ്റെ കണ്ണുകളിൽ ഓർമ്മകൾ മാത്രം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചെറിയ മനുഷ്യന് നേരെ ഉണ്ടായ അപമാനം. കോളേജിൽ അന്ന് സംസാരിക്കപ്പെട്ട വാർത്ത അതായിരുന്നു. ആ സംഭവത്തിന് ശേഷം സുബ്ബുരാജിനെ കാണാതെയായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ആത്മഹത്യ ചെയ്തു എന്നൊരു സംസാരവും എല്ലായിടത്തും പരന്നു. അതിനുശേഷം ആ വിഷയം പതുക്കെ മാഞ്ഞുപോയി. ജീവിതം മുന്നോട്ടു പോയി. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ കൊലപാതകങ്ങൾ ആ പഴയ ഓർമ്മകളെ വീണ്ടും ഉണർത്തിയിരിക്കുന്നു. ആ സമയത്ത് അരുണിൻ്റെ വീടിൻ്റെ പുറത്ത് ഒരു ചെറിയ ശബ്ദം കേട്ടു. ആദ്യം അരുൺ അത് ശ്രദ്ധിച്ചില്ല. എന്നാൽ അടുത്ത ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും വീണ്ടും ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആരോ പുറത്ത് നടക്കുന്ന പോലെയുള്ള ശബ്ദം. അരുൺ പതുക്കെ എഴുന്നേറ്റ് വാതിലിൻ്റെ അടുത്ത് പോയി. ഏതാനും നിമിഷങ്ങൾ അവൻ കുറച്ചുനേരം മിണ്ടാതെ നിന്നു. ആ നിശബ്ദതയുടെ നടുവിൽ അവൻ്റെ ഹൃദയമിടിപ്പ് പോലും അവന് കേൾക്കാവുന്ന അത്രയും അധികമായിരുന്നു. അരുൺ പതുക്കെ വാതിൽ തുറന്നു. പുറത്ത് ആരുമില്ലായിരുന്നു. ആ തെരുവ് ഇനിയും ശാന്തമായിരുന്നു. അവൻ ചുറ്റും നോക്കി. ആ സമയത്ത് തെരുവ് വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു മനുഷ്യൻ ദൂരെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖം വ്യക്തമല്ലായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ അരുണിനെ നോക്കി ശാന്തമായി നിൽക്കുന്നു. ആ നോട്ടത്തിൽ ഒരു വിചിത്ര ശാന്തതയുണ്ടായിരുന്നു. അരുണിൻ്റെ ശരീരത്തിൽ ഒരു തണുപ്പ് പടർന്നു. അവൻ പതുക്കി ഒരടി പിന്നോട്ട് നീങ്ങി. ആരാ നീ എന്ന് അവൻ ചോദിച്ചു. എന്നാൽ ആ മനുഷ്യൻ യാതൊരു മറുപടിയും പറഞ്ഞില്ല. അവൻ അതേ സ്ഥലത്ത് തന്നെ നിന്നു. ആ സമയത്ത് അരുണിൻ്റെ മനസ്സിൽ ഒരു സത്യം മിന്നൽ പോലെ തോന്നി. അവൻ തന്നെയാകുമോ? ആ ഓർമ്മ അരുണിനെ പൂർണ്ണമായും ഭയത്തിലാഴ്ത്തി. അരുണിപ്പോൾ വേഗത്തിൽ വന്ന് വാതിലടയ്ക്കാൻ ശ്രമിച്ച ആ നിമിഷത്തിലാണ് ആ മനുഷ്യൻ വേഗത്തിൽ മുന്നോട്ട് വന്നത്. അതിനുശേഷം നടന്ന കാര്യങ്ങൾ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് നീണ്ടുപോയത്. ഇപ്പോൾ ആ തെരുവ് വീണ്ടും ശാന്തമായി. അരുണിനിയും വിവാഹമായിരുന്നില്ല. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് ആ തെരുവിൽ ജീപ്പ് വന്നു നിന്നു. അത് ഇൻസ്പെക്ടർ അരവിന്ദിൻ്റെ ജീപ്പായിരുന്നു. അദ്ദേഹം വീടിൻ്റെ മുന്നിൽ വന്നിറങ്ങി. വീടിൻ്റെ വാതിൽ പകുതി തുറന്ന് കിടന്നിരുന്നു. പതുക്കെ അകത്തേക്ക് പോയി. ആ വീടിൻ്റെ ഹാളിൻ്റെ നിലത്ത് ഒരു മനുഷ്യൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. അരുൺ. അരവിന്ദ് ഏതാനും നിമിഷങ്ങൾ ശാന്തനായി ആ കാഴ്ച നോക്കി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി. ഇത്തിരി കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ അരുണിനെ രക്ഷിക്കാമായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി അറിയാമായിരുന്നു. ഈ കൊലപാതകങ്ങൾ വെറുമൊരു വകയല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ്റെ ജീവിതം തകർത്തൊരു വേദനയാണ്. അദ്ദേഹം പതുക്കെ ചുവരിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ 17 എന്ന നമ്പർ രക്തം കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അരുണിൻ്റെ വീട്ടിൽ നടന്ന കൊലപാതക സംഭവത്തിന് ശേഷം ആ കേസ് കൂടുതൽ സങ്കീർണമായി മാറി. ഇൻസ്പെക്ടർ അരവിന്ദ് ആ വീടിൻ്റെ ഹാളിൽ ഏതാനും മിനിറ്റുകൾ ശാന്തനായി നിന്നു. നിലത്ത് കിടന്ന അരുണിൻ്റെ ഡെഡ് ബോഡി മെഡിക്കൽ വിദഗ്ധൻ പരിശോധിക്കുന്നുണ്ടായിരുന്നു. വീടിന് പുറത്ത് പോലീസ് വാഹനങ്ങളിലെ വിളക്കുകൾ മിന്നുന്നുണ്ടായിരുന്നു. ആ ശബ്ദങ്ങൾക്കിടയിലും അരവിന്ദിൻ്റെ മനസ്സിൽ ആഴത്തിലുള്ളൊരു നിശബ്ദതയായിരുന്നു. ആ നിശബ്ദത ഒരു കാര്യം മാത്രം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഈ കേസ് ഇപ്പോൾ അവസാനത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അരവിന്ദ് പതുക്കെ ആ ചുവരിലേക്ക് നോക്കി. അവിടെ വീണ്ടും അതേ നമ്പർ 17. അദ്ദേഹം ആ നമ്പർ പലതവണ കണ്ടിട്ടുണ്ട്. രമേശ് വരദൻ്റെ വീട്ടിൽ, മോഹൻകുമാർ കൊല ചെയ്യപ്പെട്ട സ്ഥലത്ത്, വിജയുടെ വീട്ടിൽ, ഇപ്പോൾ അരുണിൻ്റെ വീട്ടിലും. അതായത് ഈ കൊലപാതകങ്ങളെല്ലാം ഒരേ വ്യക്തി ചെയ്തതാണെന്ന് ഇപ്പോൾ വ്യക്തമായി. കൂടാതെ ആ മനുഷ്യൻ തൻ്റെ പ്രവൃത്തിയെ മറയ്ക്കാൻ ശ്രമിക്കുന്നില്ല. അവൻ ഓരോ കൊലപാതകത്തിന് പിന്നിലും ഒരു ഓർമ്മയെ അടയാളമായി വച്ചു പോന്നു. അരവിന്ദ് പതുക്കെ പുറത്തിറങ്ങി ജീപ്പിലേക്കിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം ആ മരിച്ചുപോയ സുബ്ബുരാജിൻ്റെ വീട്ടിൽ പോവുക എന്നതായിരുന്നു. ബന്ധുക്കൾ, അയൽവാസികൾ എല്ലാവരെയും അന്വേഷിച്ചു. ആ കാണാതായ വർഷം സുബ്ബുരാജ് മരിച്ചുപോയി എന്ന് തന്നെയാണ് അവൻ്റെ വീട്ടുകാർ വിശ്വസിച്ചിരിക്കുന്നത്. സുബ്ബുരാജിൻ്റെ പടത്തിൽ മാലയിട്ടിരുന്നു. അവൻ അതിനുശേഷം ഇവിടെ വന്നിട്ടില്ല എന്നവർ പറഞ്ഞു. ചിലർ പറഞ്ഞു അവൻ്റെ ശരീരം ട്രെയിൻ തട്ടിയതുകൊണ്ട്, ശരീരം പല കഷ്ണങ്ങളായി പോയതുകൊണ്ട് പോലീസ് ഞങ്ങൾക്ക് വിട്ടു തന്നില്ല എന്ന്. ചിലർ പറഞ്ഞു അവൻ എവിടെയോ പോയി കിണറ്റിൽ ചാടി അവൻ്റെ ശരീരം കിട്ടിയില്ല എന്ന്. ഇത്രയും വർഷങ്ങളായി സുബ്ബുരാജിൻ്റെ ഒരു ഓർമ്മ പോലും അവൻ ജീവനോടെ ഉണ്ടെന്ന രീതിയിൽ ആ കുടുംബത്തിനോ ആ നാട്ടിലോ പറയുന്നുണ്ടായിരുന്നില്ല. ഈ കേസിൽ ആരാണ് കൊലപാതകം ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. മരിച്ചുപോയി എന്ന് പറയപ്പെടുന്നവനാണോ അതോ മരിച്ചുപോയവന് വേണ്ടി പകവീട്ടുന്നവനാണോ? ഒന്നും മനസ്സിലാകാതെ അരവിന്ദ് ആശയക്കുഴപ്പത്തിലേക്ക് നീങ്ങി. അരവിന്ദ് വീണ്ടും കോളേജിലേക്ക് വന്നു. ആ വലിയ ക്യാമ്പസിൽ അന്ന് ആ പഴയ വർഷത്തിൽ അവർക്ക് എന്ത് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്ന് വീണ്ടും വീണ്ടും അന്വേഷിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ വാർഡൻ ഒരു കാര്യം പറയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ആ ദിവസം കോളേജ് ക്യാമ്പസിൽ ഒരു വിശേഷപ്പെട്ട ദിവസമായിരുന്നു. വിദ്യാർത്ഥികൾ പലരും ക്യാമ്പസിൽ കൂട്ടമായി ഉണ്ടായിരുന്നു.
ചിലർ ചിരിച്ചുകൊണ്ട് സുഹൃത്തുക്കളോട് സംസാരിക്കുന്നു, ചിലർ പരിപാടി കാണുന്നു. ആ വൈകുന്നേരം കോളേജ് മുഴുവനും ഒരു ബഹളത്തിലായിരുന്നു. ആ കൂട്ടത്തിൻ്റെ നടുവിൽ ഒരാൾ ശാന്തനായി നടക്കുന്നുണ്ടായിരുന്നു. അവനായിരുന്നു സുബ്ബുരാജ്. സുബ്ബുരാജ് ഒരു ഗ്രാമീണ വിദ്യാർത്ഥിയാണ്. വളരെ ശാന്തനായ ഒരു കുട്ടി. അധികം ആരോടും സംസാരിക്കില്ല. ഹോസ്റ്റലിൽ പോലും ഒറ്റയ്ക്കായിരിക്കും. കോളേജിൽ പലർക്കും അവൻ എവിടെയാണ് പഠിക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ ആ ദിവസം അവൻ്റെ മനസ്സിലൊരു ചെറിയ സന്തോഷമുണ്ടായിരുന്നു. കാരണം അതേ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവന് വളരെ പ്രിയപ്പെട്ടവളായിരുന്നു. അവൾ അവൻ്റെ അമ്മായിയുടെ മകളായിരുന്നു. കുടുംബത്തിൽ നേരത്തെ തന്നെ ആലോചിച്ച ബന്ധമായിരുന്നു അത്. ആ പെൺകുട്ടിയും അതേ കോളേജിൽ 1-ാം വർഷം പഠിക്കുന്നുണ്ടായിരുന്നു. ഇവനും 2-ാം വർഷം പഠിക്കുന്നു. അവളെ കാണാമെന്ന ചിന്ത സുബ്ബുരാജിൻ്റെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷമുണ്ടാക്കിയിരുന്നു. എന്നാൽ ആ സന്തോഷം ആ ദിവസം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു പോകാൻ പോവുകയാണെന്ന് അവൻ അറിഞ്ഞില്ല. ആ സമയത്ത് കോളേജ് ക്യാമ്പസിൽ മറ്റൊരു വശത്ത് ആ സുഹൃത്തുക്കളുണ്ടായിരുന്നു. രമേശ്, മോഹൻ, വിജയ്, അരുൺ, സുരേഷ്. അവർ കോളേജിലെ തന്നെ ഏറ്റവും വികൃതികളായ കുട്ടികൾ. എപ്പോഴും ഒന്നിച്ചു നടക്കുന്ന സുഹൃത്തുക്കൾ. അവർ സുബ്ബുരാജിനെ കണ്ടു. അവരിൽ ഒരാൾ ചിരിച്ചു. എടാ, ആ ഹോസ്റ്റലുകാരൻ വന്നിട്ടുണ്ട്. മറ്റുള്ളവരും ചേർന്ന് ചിരിച്ചു. ഇപ്പോൾ അവർ സുബ്ബുരാജിനെ വിളിച്ചു. ടാടാ, ഇവിടെ വാ. സുബ്ബുരാജ് ആദ്യം മടിച്ചു. എന്നാൽ അവർ തുടർച്ചയായി വിളിച്ചതുകൊണ്ട് അവൻ പതുക്കെ അവരുടെ അടുത്തേക്ക് പോയി. അവരവനെ വളഞ്ഞു നിന്നു. ആദ്യം ചില ചോദ്യങ്ങൾ. ഡാൻസ് കളിക്കാൻ അറിയുമോ? ഇങ്ങനെ കളി. പാട്ട് പാടാൻ അറിയുമോ? പാട്. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഈ റാഗിങ് അല്പം സീരിയസായി അവൻ്റെ ഷർട്ട് ഊരിപ്പിച്ചു. അതിനുശേഷം അവൻ്റെ പാൻസും ഊരിപ്പിച്ചു. അവൻ എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. എന്നാൽ ആ പാപത്തിൻ്റെ കണ്ണുകളിൽ അപമാനഭാരം നിറഞ്ഞു നിന്നു. അവർ പറഞ്ഞതെല്ലാം അവൻ ചെയ്തു. കാരണം ഈ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു അവർ. ആ സമയത്ത് ആ വഴി ലേഡീസ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ നടന്നുപോയി. അവരിൽ ഒരുത്തി പെട്ടെന്ന് നിന്നു. അവളായിരുന്നു ആ പെൺകുട്ടി. അവൾ സുബ്ബുരാജിനെ കണ്ടു. അവൾ ആ കാഴ്ച മുഴുവനും കണ്ടു. അവൾ വേറെ ആരുമായിരുന്നില്ല, സുബ്ബുരാജിൻ്റെ അമ്മായിയുടെ മകളായിരുന്നു. സുബ്ബുരാജ് അപമാനിക്കപ്പെടുന്നത് അവനെ വളഞ്ഞു നിന്ന് ചിരിക്കുന്ന 5 പേർ. ഇനിയും കോളേജിൽ ഒരുപാട് പേർ സുബ്ബുരാജിനെ നോക്കി ചിരിച്ചു. ആ നിമിഷം സുബ്ബുരാജിൻ്റെ കണ്ണുകൾ അവളെ കണ്ടു. ആ നോട്ടത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനമായിരുന്നു അവനുണ്ടായിരുന്നത്. അവൻ പതുക്കെ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോയി. ആ 5 പേരും ഇനിയും ചിരിച്ചുകൊണ്ടേയിരുന്നു. ഇതവർക്ക് വെറുമൊരു കളിതമാശയായിരുന്നു. എന്നാൽ സുബ്ബുരാജിൻ്റെ മനസ്സിൽ അതൊരു തീരുമാനമായിരുന്നു. ആ രാത്രി ഹോസ്റ്റലിൽ വീണ്ടും അവർ അവനെ വിളിച്ചു. മുറിയിൽ വീണ്ടും അതേ ചിരി, വീണ്ടും പരിഹാസം, വീണ്ടും അപമാനം. ആ രാത്രി അവസാനിച്ചപ്പോൾ സുബ്ബുരാജിൻ്റെ മനസ്സിലൊരു സത്യം മാത്രം ബാക്കിയായി. അവൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം മുതൽ സുബ്ബുരാജിനെ ഹോസ്റ്റലിൽ ആരും കണ്ടിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോളേജിലൊരു വാർത്ത വരുന്നു. സുബ്ബുരാജ് ആത്മഹത്യ ചെയ്തു. ആ വാർത്ത കുറച്ച് ദിവസം സംസാരിക്കപ്പെട്ടു. അതിനുശേഷം അത് മാഞ്ഞുപോയി. ജീവിതം മുന്നോട്ട് പോയി. ഈ കഴിഞ്ഞ കാലം അരവിന്ദന് മനസ്സിലായി. സുബ്ബുരാജ് വല്ലാതെ അപമാനിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ഇപ്പോൾ അതിനായി പക വീട്ടുന്നത് ആരാണെന്ന സത്യം തേടേണ്ട പ്രധാന ഘട്ടത്തിൽ അരവിന്ദ് എത്തി നിന്നു. ചില സമയങ്ങളിൽ ഈ കേസിൻ്റെ സത്യം പെട്ടെന്ന് വെളിച്ചത്തിൽ തെളിയില്ല. അത് പതുക്കെ ഓരോ ചെറിയ തെളിവിലൂടെയും രൂപപ്പെടും. ഇപ്പോൾ ആ പഴയ വാർഡം പറഞ്ഞ വരികളിൽ നിന്നും അരവിന്ദ് വ്യക്തമായി തിരിച്ചറിഞ്ഞു. അത് വർഷങ്ങളോളം ഉള്ളിൽ ചുമന്നു വച്ചിരുന്ന ഒരു തകർന്ന ജീവിതത്തിൻ്റെ ഓർമ്മയാണ്. ഇപ്പോൾ അദ്ദേഹം ആ കോളേജ് ക്യാമ്പസിൻ്റെ മുന്നിൽ നിന്നും ഏതാനും സെക്കൻഡ് ആ സ്ഥലം നോക്കി. ആ ക്യാമ്പസിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ പതിവ് പോലെ നടക്കുന്നു. ചിലർ ചിരിച്ചുകൊണ്ട് സുഹൃത്തുക്കളോട് സംസാരിക്കുന്നു. ചിലർ തങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് വേഗത്തിൽ ഓടുന്നു. അവർക്ക് ഈ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇരുണ്ട സംഭവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. എന്നാൽ അരവിന്ദൻ്റെ മനസ്സിൽ ആ കാഴ്ച ഇനിയും വ്യക്തമായിരുന്നു. ജൂലൈ 17. ആ ദിവസമാണ് എല്ലാത്തിനും തുടക്കം. അദ്ദേഹം പതുക്കെ ജീപ്പിലിരുന്ന് ജീപ്പ് ഇപ്പോൾ കോളേജ് ക്യാമ്പസ് വിട്ട് നീങ്ങാൻ തുടങ്ങി. ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അരവിന്ദ് തൻ്റെ ചിന്തകളെ ഏകീകരിക്കാൻ ശ്രമിച്ചു. ഈ കേസിൽ ഒരു കാര്യം മാത്രം ഇപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി. സുബ്ബുരാജ് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത സത്യമാകാൻ 50% സാധ്യതയുണ്ട്, 50% സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ കൊലപാതകങ്ങൾ ഒരേപോലെ ആസൂത്രണം ചെയ്യപ്പെട്ടതാണ്. അത് പെട്ടെന്ന് ദേഷ്യത്തിൽ ചെയ്ത പ്രവൃത്തിയല്ല. അതിനെ വർഷങ്ങളോളം മനസ്സിൽ വെച്ചിരുന്നൊരു തീരുമാനമാണ്, ഒരു പകയാണ്. ആ തീരുമാനത്തിൻ്റെ പിന്നിലുള്ള ആ മനുഷ്യൻ സുബ്ബുരാജ് തന്നെയാകാം, അല്ലെങ്കിൽ വേറെ ഒരാളാകാം. ഇപ്പോൾ അദ്ദേഹം തൻ്റെ നോട്ട്ബുക്ക് എടുത്തു. അതിൽ ഒരു സുഹൃത്ത് സംഘത്തിൻ്റെ പേരുകളുണ്ടായിരുന്നു. രമേശ്, മോഹൻ, വിജയ്, അരുൺ. ഈ 4 പേർ ഇപ്പോൾ ജീവനോടെയില്ല. ബാക്കിയുള്ള ഒരേ ഒരു വ്യക്തിയാണ് സുരേഷ്. ആ പേര് കണ്ടപ്പോൾ അരവിന്ദൻ്റെ മനസ്സിൽ ഒരു സത്യം മിന്നി. കൊലയാളി തൻ്റെ അടുത്ത ഇരകളെ ഓരോന്നായി തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. ആ ടീമിൽ നിന്നും 5 പേരും അവൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. അതായത് ആ പട്ടികയിലെ അവസാനത്തെ മനുഷ്യനാണ് അടുത്ത ഇര, സുരേഷ്. അദ്ദേഹം ഉടനെ തന്നെ സഹായിയെ വിളിച്ചു. സുരേഷ് എവിടെയാണെന്ന് കണ്ടെത്തിയോ? സാർ, അത് കുറച്ച് പ്രയാസമാണ് സാർ.
അദ്ദേഹം ഒരു സ്ഥലത്തും കൃത്യമായ വിലാസം വെച്ചിട്ടില്ല സാർ. പഴയ വിലാസത്തിൽ പോയാൽ അവരൊരു അഡ്രസ്സ് പറയുന്നു, അതിലും വ്യക്തതയില്ല സാർ. അദ്ദേഹത്തെ ഉടനെ കാണണം. വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ട്രേസ് ചെയ്യൂ. കാരണം കൊലയാളി ഇപ്പോൾ തേടി വന്നാൽ അതിനെ തടയാനുള്ള ഒരേ ഒരു വഴി അവനെ മുൻകൂട്ടി കണ്ട് മുന്നറിയിപ്പ് നൽകുക എന്നതാണ്. അതേസമയം നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് സുരേഷ് തൻ്റെ കട പൂട്ടി വീട്ടിലേക്ക് മടങ്ങുന്നു. ആ ദിവസം അവൻ്റെ മനസ്സിൽ ശാന്തതയുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസങ്ങളായി നടന്ന സംഭവങ്ങൾ അവനെ ശാന്തനായിരിക്കാൻ അനുവദിച്ചില്ല. രമേശ്, മോഹൻ, വിജയ്, അരുൺ, ഈ 4 പേരും അവൻ്റെ പഴയ സുഹൃത്തുക്കളാണ്. കോളേജിൽ ഒരേ ടീമായിരുന്നവർ. ആ ഓർമ്മകൾ അവന് ചിലപ്പോൾ സന്തോഷം നൽകിയെങ്കിലും ചിലപ്പോൾ അതെല്ലാം ഒരു ഭയമായി മാറിയിരുന്നു. അവർ മരിച്ചുപോയ വിവരം അവൻ അറിഞ്ഞു, പത്രത്തിൽ കണ്ടിരുന്നു. അവൻ പതുക്കെ തൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നു. വീടിനുള്ളിൽ നിശബ്ദത തളം കെട്ടി നിന്നു. അവൻ ലൈറ്റിട്ടു. അവൻ്റെ ഭാര്യ അവളുടെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുന്നു. ഇവർ 2 പേർക്കും കുട്ടികളില്ല. കല്യാണം കഴിഞ്ഞ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും 2 പേരും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കും ബഹളവും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പോലും ഭാര്യ പിണങ്ങി അവളുടെ അമ്മയുടെ വീട്ടിലാണ് പോയത്. ആ ശാന്തമായ വീട്ടിൽ അവൻ്റെ കാലടി ശബ്ദം മാത്രം കേട്ടു. അവൻ സോഫയിലിരുന്നു കൊണ്ട് ഏതാനും നിമിഷങ്ങൾ നിശബ്ദനായി. ആ സമയത്ത് അവൻ്റെ മനസ്സിലൊരു പഴയ ഓർമ്മ വീണ്ടും ഉണരാൻ തുടങ്ങി. ആ ചിരി, ആ അപമാനത്തിന് നടുവിൽ ഒരുത്തൻ ശാന്തനായി. ആ ഓർമ്മ വന്ന നിമിഷം സുരേഷിൻ്റെ ശരീരത്തിൽ ഒരു നേരിയ തണുപ്പ് പടർന്നു. അവൻ പതുക്കെ തന്നോട് തന്നെ പറഞ്ഞു, ഇല്ല, അവനായിരിക്കില്ല, അവൻ മരിച്ചുപോയല്ലോ. എന്നാൽ ആ വാക്കുകൾ അവൻ്റെ മനസ്സിൽ വിശ്വാസമുണ്ടാക്കിയില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒരേ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആ വീടിൻ്റെ പുറത്തൊരു നിഴൽ പതുക്കെ നീങ്ങി. ആ രാത്രി ചെന്നൈ നഗരത്തിന് മേൽ ഒരു ഭാരമേറിയ ശാന്തത പരന്നിരുന്നു. വൈകുന്നേരം പെയ്ത മഴ കാരണം റോഡുകൾ ഇനിയും നനഞ്ഞു കിടന്നിരുന്നു. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ആളുകൾ തങ്ങളുടെ വീടുകൾക്കുള്ളിൽ പോയി ശാന്തരായിരുന്നു. എന്നാൽ ആ ശാന്തമായ രാത്രിയുടെ നടുവിൽ ചിലയിടങ്ങളിൽ മാത്രം അസ്വസ്ഥത. ആ അസ്വസ്ഥത ഒരേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു, സുരേഷ്. ആ ദിവസം മുഴുവനും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വിചിത്ര ഭയമുണ്ടായിരുന്നു. ചുവരിലുണ്ടായിരുന്ന ക്ലോക്ക് പതുക്കെ ഓടുന്ന ശബ്ദം മാത്രം ആ നിശബ്ദതയെ ഭേദിക്കുന്നുണ്ട്. ഏതാനും മിനിറ്റുകൾ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓടിയ ഓർമ്മകൾ അദ്ദേഹത്തെ ശാന്തനാക്കിയില്ല. ആ ഓർമ്മകളെല്ലാം ഒരേ ഇടത്താണ് അവസാനിച്ചത്. കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം. അതേ കാഴ്ചയാണ് വീണ്ടും വീണ്ടും വന്നത്. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളെല്ലാം അതിനെ കേന്ദ്രീകരിച്ചായിരുന്നു. ആ സമയത്ത് ആ വീടിന് പുറത്ത് പതുക്കെയുള്ള ശബ്ദം കേട്ടു. ആദ്യം സുരേഷ് അത് ശ്രദ്ധിച്ചില്ല. എന്നാൽ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും അതേ ശബ്ദം, ആരോ പുറത്ത് നടന്നു പോകുന്ന ശബ്ദം പോലെ. സുരേഷ് ഇപ്പോൾ പതുക്കെ എഴുന്നേറ്റ് ജനലിൻ്റെ അടുത്ത് പോയി നിന്നു. പുറത്തിരുട്ട്. തെരുവ് വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ആ തെരുവ് ശൂന്യമായിരുന്നു. എന്നാൽ ആ നിശബ്ദതയിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പതുക്കെ വാതിലിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് വളരെ കൂടുതലായിരുന്നു. അദ്ദേഹം വാതിൽ തുറന്നു. എന്നാൽ പുറത്ത് ആരുമില്ലായിരുന്നു. 1 മിനിറ്റ് പുറത്തുനിന്ന് നോക്കി. അതേസമയം തെരുവ് വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു മനുഷ്യൻ ദൂരെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖം വ്യക്തമല്ലായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ അവിടെ തന്നെ ശാന്തനായി നിൽക്കുന്നു. അവൻ പതുക്കെ മുന്നോട്ട് നടന്നു. സുരേഷിൻ്റെ ശരീരത്തിൽ ഒരു തണുപ്പോടി. ഇപ്പോൾ സുരേഷും ഒരു ആകാംക്ഷയിൽ മുന്നോട്ട് പോയി. ആരാ നീ എന്ന് അദ്ദേഹം ചോദിച്ചു. ആ മനുഷ്യൻ യാതൊരു മറുപടിയും പറഞ്ഞില്ല. അവൻ പതുക്കെ മുന്നോട്ട് വന്നു. ആ സമയത്ത് അവൻ്റെ മുഖം വെളിച്ചത്തിൽ വ്യക്തമായി കാണാൻ തുടങ്ങി. ആ മുഖം കണ്ട നിമിഷം സുരേഷിൻ്റെ കണ്ണുകൾ വിടർന്നു, ചുണ്ടുകൾ വിറച്ചു. അവൻ്റെ വായിൽ നിന്നും ഒരു വാക്ക് മാത്രം പുറത്തു വന്നു, സുബ്ബുരാജ്, നീയോ? ആ മനുഷ്യൻ ഏതാനും നിമിഷങ്ങൾ ശാന്തനായി അവനെ നോക്കി. അവൻ്റെ മുഖത്ത് ദേഷ്യമില്ല, എന്നാൽ കണ്ണുകളിൽ ഒരു വേദനയുണ്ടായിരുന്നു. സുരേഷിൻ്റെ വായിൽ നിന്നും ആ പേര് പുറത്തു വന്ന നിമിഷം ആ രാത്രി കൂടുതൽ ഭാരമുള്ളതായി മാറി. സുബ്ബുരാജ്. ആ പേര് കേട്ടതും ആ മനുഷ്യൻ പതുക്കെ ചിരിച്ചു. ആ ചിരി വലിയ ശബ്ദത്തിലായിരുന്നില്ല, എന്നാൽ ആ ശാന്തമായ രാത്രിയിൽ അത് വളരെ വ്യക്തമായി കേൾക്കാമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ കേട്ട ചിരി പോലെ ആ ശബ്ദം സുരേഷിൻ്റെ മനസ്സിൽ ഒരു പഴയ ഓർമ്മയുണർത്തി. ആ മനുഷ്യൻ പതുക്കെ മുന്നോട്ട് വന്നു. തെരുവ് വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചം അവൻ്റെ മുഖത്തിന് മേൽ വീണു. ആ മുഖം കണ്ടപ്പോൾ സുരേഷിൻ്റെ സംശയം പൂർണ്ണമായും ഉറപ്പായി. അവൻ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ആ ഹോസ്റ്റൽ മുറിയിൽ ശാന്തനായി നിന്നിരുന്ന അതേ മനുഷ്യൻ, സുബ്ബുരാജ്. ആ കോളേജ് ക്യാമ്പസിൽ വസ്ത്രങ്ങൾ അഴിക്കപ്പെട്ട നിലയിൽ നിന്നിരുന്ന അതേ മനുഷ്യൻ. അവൻ്റെ മുഖത്തിപ്പോൾ വേറൊരു ശാന്തതയായിരുന്നു. ആ ശാന്തത ഒരു സാധാരണ മനുഷ്യൻ്റെ ശാന്തതയല്ല, വർഷങ്ങളോളം ഉള്ളിൽ വെച്ചിരുന്ന ഓർമ്മകളെ ചുമന്ന ഒരു മനുഷ്യൻ്റെ ശാന്തതയാണ്. സുരേഷ് ഇപ്പോൾ പതുക്കെ പിന്നോട്ട് നീങ്ങി. ശബ്ദം വിറച്ചു, സുബ്ബുരാജ്, നീ മരിച്ചുപോയല്ലോ. ആ വാചകം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സുബ്ബുരാജ് പതുക്കെ അവനെ നോക്കി. അതാണല്ലോ നിങ്ങളെല്ലാവരും കരുതിയത്.
സുബുരാജിൻ്റെ ശബ്ദം വളരെ ശാന്തമായിരുന്നു. എന്നാൽ ആ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു ഭാരമേറിയ ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ മരിച്ചുപോയെന്ന് കരുതിയതുകൊണ്ടല്ലേ നിങ്ങളുടെ ജീവിതം സുഖമായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചത്? സുരേഷിൻ്റെ മനസ്സിൽ ഭയം ഇപ്പോൾ പൂർണ്ണമായും പടർന്നു. സുരേഷ് പതുക്കെ ചോദിച്ചു, അപ്പോൾ രമേശ്, മോഹൻ, അരുൺ, വിജയ് എല്ലാവരെയും നീയാണോ കൊന്നത്? സുബുരാജ് അദ്ദേഹത്തിൻ്റെ ചോദ്യം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ പറഞ്ഞു, അതെ. ആ ഒരു വാക്ക് ആ രാത്രിയിൽ ഒരു വിധി പോലെ മുഴങ്ങി. സുരേഷിൻ്റെ ഹൃദയം വേഗത്തിൽ തുടിച്ചു. പക വീട്ടാനാണോ അതൊക്കെ ചെയ്തത്? സുബുരാജ് ഏതാനും നിമിഷങ്ങൾ ശാന്തനായി നിന്നു. അവൻ്റെ കണ്ണുകൾ ആ ഇരുട്ടിൽ എവിടെയോ ദൂരേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പതുക്കെ പറഞ്ഞു, നിങ്ങളെല്ലാം ആ ദിവസം മറന്നുപോയല്ലോ. അവൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ ആ ഭാരമേറിയ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മറന്നിട്ടില്ല. സുരേഷിൻ്റെ മനസ്സിൽ ആ കാഴ്ച വീണ്ടും തെളിഞ്ഞു. ആ ചിരി, ആ പരിഹാസം, ആ വസ്ത്രങ്ങൾ ഊരിപ്പിച്ച കാര്യം. അദ്ദേഹം പതുക്കെ തല താഴ്ത്തി. ശബ്ദം ഇനിയും പതുക്കെയായി. അതൊരു ചെറിയ തെറ്റല്ലേ? സുബുരാജ് പതുക്കെ തലചരിച്ചു. അതെ, അതൊരു ചെറിയ തെറ്റ് തന്നെയല്ലേ? അവൻ ഏതാനും നിമിഷങ്ങൾ ശാന്തനായി നിന്നു. അതിനുശേഷം പതുക്കെ പറഞ്ഞു, പക്ഷേ അതെൻ്റെ ജീവിതമല്ലേ തകർത്തത്? അവൻ്റെ കണ്ണുകൾ നേരെ സുരേഷിനെ നോക്കി. എൻ്റെ ജീവിതം പൂർണ്ണമായും തകർത്തു കളഞ്ഞു. ആ വാക്കുകൾ ആ രാത്രിയിൽ ഒരു ഭാരമായി സുരേഷിൻ്റെ മേൽ വീണു. അതേസമയം ആ തെരുവ് ലക്ഷ്യമാക്കി ഒരു ജീപ്പ് വേഗത്തിൽ വരുന്നുണ്ടായിരുന്നു. അത് ഇൻസ്പെക്ടർ അരവിന്ദിൻ്റെ ജീപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പോൾ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വൈകി പോകരുത്. കാരണം ഈ രാത്രി ഈ കഥയുടെ അവസാന രാത്രിയായിരിക്കും. സുരേഷിൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നിരുന്ന ആ രണ്ട് മനുഷ്യർക്കിടയിൽ ഒരു നീണ്ട നിശബ്ദത നിലനിന്നു. തെരുവ് വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചം അവരുടെ നിഴലുകളെ റോഡിലേക്ക് നീട്ടിയിരുന്നു. ആ നിഴലുകൾ കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ മറഞ്ഞു കിടക്കുന്നത് പോലെയായിരുന്നു. സുബുരാജ് ശാന്തനായി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് പരിഭ്രമമില്ല. വർഷങ്ങളോളം മനസ്സിൽ ചുമന്നു വച്ചിരുന്ന ഓർമ്മകൾ ഇപ്പോൾ അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. ആ ഓർമ്മകൾ ഒരു വേദനയായിരുന്നു, ആഴത്തിലുള്ള സങ്കടമായിരുന്നു. സുരേഷ് പിന്നെയും അവനെ നോക്കി തന്നെ നിന്നു. അവൻ്റെ മനസ്സിൽ ഭയം മാത്രമല്ല, ഇനിയും അവൻ്റെ മനസ്സിൽ കുറ്റബോധവും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം അന്ന് അവർക്കതൊരു ചെറിയ തമാശ പോലെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഓർമ്മ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭാരമുള്ള കല്ല് പോലെയായി. അതേസമയം ദൂരെ ജീപ്പിൻ്റെ ശബ്ദം കേട്ടു. ആ ശബ്ദം ആ രാത്രിയുടെ ശാന്തതയെ പതുക്കെ തകർത്തു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ജീപ്പ് ആ വീടിൻ്റെ മുന്നിൽ വന്നു നിന്നു. ജീപ്പിൽ നിന്നും ഇറങ്ങിയത് ഇൻസ്പെക്ടർ അരവിന്ദായിരുന്നു. അദ്ദേഹം ആ കാഴ്ച കണ്ട നിമിഷം ആ സാഹചര്യം അദ്ദേഹത്തിന് വ്യക്തമായി. സുരേഷ്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നിരുന്ന മനുഷ്യൻ. ആ മുഖം കണ്ട നിമിഷം അരവിന്ദൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം ഇപ്പോൾ ഉറപ്പായി. സുബുരാജ്. സുരേഷിൻ്റെ മുന്നിൽ നിൽക്കുന്നത് സുബുരാജാണ്. ഇപ്പോൾ അദ്ദേഹം പതുക്കെ മുന്നോട്ട് നടന്നു. സുബുരാജ്. ആ പേര് അദ്ദേഹം ശാന്തനായി വിളിച്ചു. സുബുരാജ് പതുക്കെ തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കി. അവൻ്റെ മുഖത്തൊരു ചെറിയ ചിരി വിരിഞ്ഞു. ഒടുവിൽ നിങ്ങൾ എന്നെ കണ്ടെത്തിയല്ലോ ഇൻസ്പെക്ടർ. അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യമില്ലായിരുന്നു. അതൊരു സത്യം പറയുന്ന മനുഷ്യൻ്റെ ശബ്ദം പോലെയായിരുന്നു. അരവിന്ദ് ഏതാനും നിമിഷങ്ങൾ ശാന്തനായി സുബുരാജിനെ നോക്കി. അതെ സുബുരാജ്, ഞാൻ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ അതുമാത്രമല്ല, ഒരു സത്യം കൂടി മനസ്സിലാക്കണമെന്ന് കരുതിയിരുന്നു. ആ വാക്കുകൾ കേട്ട സുബുരാജ് ഏതാനും നിമിഷങ്ങൾ നിശബ്ദനായി നിന്നു. ഇപ്പോൾ പതുക്കെ ചിരിച്ചു. സത്യമോ? എന്ത് സത്യം ഇൻസ്പെക്ടർ? അവൻ ആ വാക്ക് പതുക്കെ ആവർത്തിച്ചു. സത്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ ഇൻസ്പെക്ടർ? അവൻ പതുക്കെ സുരേഷിനെ നോക്കി. ആ രാത്രി ഇവർ എല്ലാവരും എന്നെ എത്രമാത്രം അപമാനിച്ചു എന്നറിയാമോ? സുബുരാജിൻ്റെ ശബ്ദം പതുക്കെ മാറി. ആ ചിരിയിൽ ഞാൻ മാത്രമല്ല, അവൻ്റെ കണ്ണുകൾ ദൂരെ എന്തിനെയോ ഓർക്കുന്നത് പോലെയായിരുന്നു. ആ ദിവസത്തിന് ശേഷം ഞാൻ ഈ ലോകത്തല്ല. സുബുരാജ് പതുക്കെ പറഞ്ഞു. ഞാൻ ജീവിച്ചിരുന്നു, പക്ഷെ ഞാൻ ജീവിച്ചിരുന്നില്ല. അരവിന്ദ് ശാന്തനായി അവനെ നോക്കി. പക വീട്ടാനാണോ നീ ഈ 4 കൊലപാതകങ്ങൾ ചെയ്തത് സുബുരാജ്? സുബുരാജ് പതുക്കെ തലയനക്കി. അതെ, ഇവരെല്ലാവരും ആ ദിവസം മറന്നുപോയി, പക്ഷെ ഞാൻ മറന്നില്ലല്ലോ. സുബുരാജ് പതുക്കെ പറഞ്ഞു. എൻ്റെ ജീവിതം അവസാനിച്ച ദിവസം ജൂലൈ 17. ആ വാക്കുകൾ ആ രാത്രിയിൽ ഒരു വിധി പോലെ മുഴങ്ങി. കാറ്റ് പതുക്കെ വീശി. ആ കാറ്റിൽ മഴയുടെ ഗന്ധമുണ്ടായിരുന്നു. സുബുരാജ് അവിടെ ശാന്തനായി നിന്നു. അവൻ്റെ കണ്ണുകൾ സുരേഷിന് നേരെയായിരുന്നു. ആ നോട്ടത്തിൽ ദേഷ്യമില്ല, എന്നാൽ ആ നോട്ടത്തിൽ മറക്കാൻ കഴിയാത്ത ഓർമ്മയുണ്ട്. സുരേഷ് ആ നോട്ടം താങ്ങാൻ കഴിയാതെ തല താഴ്ത്തി. അവൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ മനസ്സിൽ ആ പഴയ കാഴ്ച വീണ്ടും വന്നപ്പോൾ അദ്ദേഹം പതുക്കിയ തലയുയർത്തി സുബുരാജിനെ നോക്കി. സുരേഷിൻ്റെ ശബ്ദം വിറച്ചു. സുബുരാജ്, ഞങ്ങൾ നിന്നെ അപമാനിക്കണമെന്ന് കരുതിയിരുന്നില്ല. അദ്ദേഹം ആ വാക്കുകൾ പറയാൻ ശ്രമിച്ചു. ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് കരുതിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ യഥാർത്ഥ ഭയവും സങ്കടവും ഉണ്ടായിരുന്നു. സുബുരാജ് ഏതാനും നിമിഷങ്ങൾ ശാന്തനായി സുരേഷിനെ നോക്കി.
അവൻ്റെ മുഖത്ത് യാതൊരു മാറ്റവുമില്ലായിരുന്നു. എന്നാൽ അവൻ്റെ കണ്ണുകളിൽ ആഴത്തിലുള്ളൊരു തളർച്ചയുണ്ടായിരുന്നു. നിങ്ങളൊന്നും കരുതിയിരുന്നില്ല. ആ രാത്രി നിങ്ങൾക്കതൊരു ചെറിയ കാര്യമായിരുന്നു, സുബുരാജ് പറഞ്ഞു. അവൻ്റെ ശബ്ദം ഇപ്പോൾ പതുക്കെ വിറച്ചു. പക്ഷെ അതെൻ്റെ ജീവിതമായിരുന്നു. ഇൻസ്പെക്ടർ അരവിന്ദ് ആ കാഴ്ച ശാന്തനായി നോക്കി നിന്നു. തോക്കിൻ്റെ ജോലി ഇനിയും വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സത്യൻ സുബുരാജിൻ്റെ നടുവിലൂടെ തന്നെ വന്നാലേ അവൻ്റെ ഉള്ളിലുള്ള ആ പകയുടെ അഗ്നി ശമിക്കുമെന്ന് അരവിന്ദ് വിശ്വസിച്ചിരുന്നു. പല കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള ദേഷ്യവും അദ്ദേഹം കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ രാത്രിയിൽ അദ്ദേഹം കണ്ടത് വേറൊന്നായിരുന്നു. ഇത് വെറുമൊരു പകയല്ല, ഇതൊരു മനുഷ്യൻ്റെ തകർന്ന ജീവിതത്തിൻ്റെ കഥയാണ്. അദ്ദേഹം പതുക്കെ മുന്നോട്ട് നടന്നു. സുബുരാജ്, അദ്ദേഹം ശാന്തനായി വിളിച്ചു. സുബുരാജ് തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കി. അരവിന്ദ് ഏതാനും സെക്കൻഡുകൾ നിശബ്ദനായി നിന്നു. അതിനുശേഷം പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. സുബുരാജ്, അതിനായി നീ ചെയ്തതൊക്കെ തെറ്റല്ലേ സുബുരാജ്? പക്ഷേ ഇതൊരു പരിഹാരമല്ലല്ലോ സുബുരാജ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കുറ്റപ്പെടുത്തലില്ലായിരുന്നു. സുബുരാജ് ഏതാനും നിമിഷങ്ങൾ നിശബ്ദനായി നിന്നു. അവൻ്റെ കണ്ണുകൾ ഇരുട്ടിലെവിടെയോ ദൂരേക്ക് നോക്കിയിരുന്നു. പരിഹാരമോ? അവൻ പതുക്കെ ആ വാക്ക് ആവർത്തിച്ചു. അവൻ വീണ്ടും പതുക്കെ തലതാഴ്ത്തി. ഈ ലോകത്ത് ചില കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല ഇൻസ്പെക്ടർ. അവൻ പതുക്കെ സുരേഷിനെ നോക്കി. ചില ഓർമ്മകൾ മുറിവായി തന്നെ അവശേഷിക്കും. ആ ശബ്ദം പതുക്കെയാണെങ്കിലും ആ വാക്കുകൾ വളരെ ഭാരമുള്ളതായിരുന്നു. എനിക്ക് ആ രാത്രി മറക്കാൻ കഴിയുന്നില്ല ഇൻസ്പെക്ടർ, അവൻ പതുക്കെ പറഞ്ഞു. ആ രാത്രിക്ക് ശേഷം ഞാൻ ജീവിച്ചിരുന്നു, പക്ഷെ ഞാൻ ജീവിച്ചില്ല. സുരേഷിൻ്റെ കണ്ണുകളിൽ കണ്ണീർ വന്നു. പതുക്കെ പറഞ്ഞു സുരേഷ്. സുബുരാജ്, എന്നോട് ക്ഷമിക്കൂ സുബുരാജ്. ആ വാക്ക് വളരെ പതുക്കെയായിരുന്നു. എന്നാൽ ആ രാത്രിയിൽ അത് വളരെ ഭാരമായി മുഴങ്ങി. സുബുരാജ് ആ വാക്ക് കേട്ടപ്പോൾ ഏതാനും നിമിഷങ്ങൾ ശാന്തനായി നിന്നു. വർഷങ്ങൾക്ക് ശേഷം ആ വാക്ക് അവൻ ആദ്യമായി കേട്ടു. പക്ഷെ ആ വാക്കിപ്പോൾ വരാൻ ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു. ഇപ്പോൾ പതുക്കെ തിരിഞ്ഞ് ഇരുട്ടിലേക്ക് നോക്കി. ഈ വാക്കുകളെല്ലാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടക്കേണ്ടതായിരുന്നു. ഈ ക്ഷമാപണം അന്നേ നടക്കേണ്ടതായിരുന്നു. അവൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ ഒരു തളർച്ച മാത്രമാണ്. ആ രാത്രി ആ നീണ്ട കഥയുടെ അവസാനത്തിലേക്ക് നീങ്ങുന്നു. സുബുരാജ് ഇപ്പോൾ പതുക്കെ തലതാഴ്ത്തി. അവൻ്റെ ശബ്ദം ഇപ്പോൾ വളരെ ശാന്തമായിരുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊന്നത് പക കൊണ്ടല്ല. ആ വാക്ക് കേട്ടതും അരവിന്ദ് ഇനിയും ശ്രദ്ധയോടെ സുബുരാജിനെ നോക്കി. സുബുരാജ് പതുക്കെ തുടർന്നു. എനിക്ക് ആ രാത്രി മറക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ ആഴത്തിലുള്ളൊരു തളർച്ചയുണ്ട്. ഞാൻ എത്ര ശ്രമിച്ചാലും എൻ്റെ ആ ചിന്ത പോകുന്നില്ല. ഞാൻ ആ രാത്രിയിൽ തന്നെ മരിക്കേണ്ടതായിരുന്നു. ആ വാക്കുകൾ കേട്ട് അരവിന്ദ് ശാന്തനായി സുബുരാജിനെ എന്ത് പറയാൻ പോകുന്നു എന്ന് നോക്കി. പക്ഷേ നിങ്ങളെല്ലാവരും ഇനി ജീവനോടെ ഉണ്ടല്ലോ. സുബുരാജ് പതുക്കെ തലചരിച്ചു. നിങ്ങൾ ജീവനോടെയുണ്ട്, പക്ഷെ ആ രാത്രിക്ക് ശേഷം ഞാൻ ജീവിച്ചിരുന്നില്ല. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയായിരുന്നു. ആരും സംസാരിച്ചില്ല. ആ നിശബ്ദതയെ ഭേദിച്ചത് സുബുരാജാണ്. സുബുരാജ് പതുക്കെ അരവിന്ദനെ നോക്കി. ഇൻസ്പെക്ടർ, നിങ്ങൾ ആ രാത്രി ഓർമ്മയില്ലേ? അരവിന്ദ് അല്പം ആശയക്കുഴപ്പത്തോടെ സുബുരാജിനെ നോക്കി. ഏത് രാത്രി സുബുരാജ്? സുബുരാജ് പതുക്കെ ചിരിച്ചു. ആ ശബ്ദം ശാന്തമായിരുന്നു. ആ ഹോസ്റ്റൽ റൂമിലെ 3-ാം നിലയിലെ ആ മുറി. അവൻ പതുക്കെ ആ തീയതി പറഞ്ഞു. ജൂലൈ 17. അരവിന്ദ് ഏതാനും നിമിഷങ്ങൾ നിശബ്ദനായി നിന്നു. സുബുരാജ് പതുക്കെ തുടർന്നു. ആ രാത്രി എന്നെ ഹോസ്റ്റലിൽ വന്ന് ഇവരെല്ലാവരും വീണ്ടും കളിയാക്കി. ആ സമയത്ത് അന്ന് രാത്രി ആ സീനിയർ അവിടെ വന്നു. സുബുരാജിൻ്റെ ശബ്ദം പതുക്കെയാണെങ്കിലും ആ വാക്കുകൾ നേരിട്ട് അരവിന്ദിൻ്റെ മനസ്സിനെ ബാധിച്ചു. അദ്ദേഹം അകത്ത് വന്ന് മതി മതി പോകൂ എല്ലാവരും എന്ന് പറഞ്ഞ് ആ വഴക്ക് നിർത്തിച്ചു. സുബുരാജ് ഏതാനും നിമിഷങ്ങൾ നിശബ്ദനായി നിന്നു. അതിനുശേഷം പതുക്കെ പറഞ്ഞു. ആ സീനിയർ വേറെ ആരുമല്ല ഇൻസ്പെക്ടർ, അത് നിങ്ങളായിരുന്നു. ആ വാക്ക് കേട്ട നിമിഷം അരവിന്ദൻ്റെ മുഖത്ത് ഒരു മാറ്റം കണ്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പഴയ ഓർമ്മ ഇപ്പോൾ പതുക്കെ ഉണരാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് അതേ കോളേജ്, അതേ ഹോസ്റ്റൽ, അവിടെയാണ് അരവിന്ദ് PG പഠിച്ചിരുന്നത്. ആ കൾച്ചറൽ സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുവനെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥി ശാന്തനായി നടുവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വീണ്ടും അവനെ ഹോസ്റ്റലിലും പരിഹസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സീനിയർ എന്ന നിലയിൽ അരവിന്ദ് മുറിക്കുള്ളിൽ വന്ന് മതി മതി മതി, സമയം വൈകി, എല്ലാവരും പോയി ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് ആ വഴക്ക് അവസാനിപ്പിച്ച് പുറത്തേക്ക് പോയി. അദ്ദേഹത്തിന് അന്നതൊരു സാധാരണ റാഗിൻ പോലെയായിരുന്നു തോന്നിയത്. താനറിയാതെ തന്നെ താനും ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ ആ രാത്രി ആ മനുഷ്യൻ്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞുവെന്ന് അരവിന്ദ് അന്ന് തിരിച്ചറിഞ്ഞില്ല. ആ ഓർമ്മ പൂർണ്ണമായും മടങ്ങി വന്നപ്പോൾ അരവിന്ദ് പതുക്കെ തലതാഴ്ത്തി. സുബുരാജ് ശാന്തനായി അദ്ദേഹത്തെ നോക്കി. അന്ന് കോളേജിൽ എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷെ വീണ്ടും ഹോസ്റ്റലിൽ ഇവരെല്ലാവരും ചേർന്ന് എന്നെ കളിയാക്കിയപ്പോൾ നിങ്ങളാണ് എൻ്റെ റൂമിലേക്ക് വന്നത്. സുബുരാജ് പതുക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കെന്നെ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. ആ വാക്കുകൾ ആ രാത്രിയിൽ ഇനിയും ഭാരമായി വീണു. സുരേഷ് ആ കാഴ്ച കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ഇനിയും കൂടുതൽ ഭയം വരുന്നു. അവനിപ്പോൾ മനസ്സിലാക്കി, ഈ കഥ വെറുമൊരു പകയെക്കുറിച്ചുള്ളതല്ല,
വർഷങ്ങൾക്ക് മുമ്പ് മുറിവേറ്റൊരു മനുഷ്യൻ്റെ വേദനയാണ്. ആ സമയത്ത് അരവിന്ദ് പതുക്കെ തലയുയർത്തി സുബ്ബുരാജിനെ നോക്കി. അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ ശാന്തമായിരുന്നു. സുബ്ബുരാജ്, എനിക്ക് ആ രാത്രിയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞാനത് മറന്നുപോയി. ഇപ്പോൾ നീ പറയുമ്പോഴാണ് ആ കേസിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന കാര്യം പോലും എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് ആ കൾച്ചറൽസിൽ എന്ത് സംഭവിച്ചെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അടുത്തുള്ള പിള്ളേരൊക്കെ അന്ന് പറഞ്ഞു കൾച്ചറൽ സമയത്ത് ഒരു പയ്യനെ റാഗിങ് ചെയ്യുന്നുണ്ടെന്ന്. എനിക്ക് ആരെന്തെന്നൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്ന് എല്ലാവരെയും സമാധാനിപ്പിച്ചയച്ചു. അത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. അത് നീയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, അദ്ദേഹം പതുക്കെ പറഞ്ഞു. വീണ്ടും അരവിന്ദ് സുബ്ബുരാജിനോട് ചോദിച്ചു, അതിനുശേഷം നീ എവിടെ പോയി? നിനക്ക് എന്ത് സംഭവിച്ചു? എന്തിനാണ് ഒടുവിൽ പക വീട്ടാനായി 4 കൊലപാതകങ്ങൾ ചെയ്തിട്ട് വന്നു നിൽക്കുന്നത് സുബ്ബുരാജ്? നിനക്ക് എന്താണ് വേണ്ടത്? എന്താണ് അതിനുശേഷം നടന്നത്? ആ രാത്രി എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല ഇൻസ്പെക്ടർ. ഞാൻ എത്ര ദൂരം പോയാലും അതെന്നെ വിട്ടുപോയിട്ടില്ല. അവൻ പതുക്കെ തലയുയർത്തി ആകാശത്തേക്ക് നോക്കി. അവളായിരുന്നു എൻ്റെ ജീവിതത്തിലല്ല. അവൾ എന്നെ ആ കോലത്തിൽ അപമാനിക്കപ്പെട്ട് കണ്ടതിന് ശേഷം ഞാൻ ജീവനെപ്പോലെ സ്നേഹിച്ച പെൺകുട്ടിക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ട് നിന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവളോടൊപ്പം എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? എൻ്റെ ജീവിതം തന്നെ അവളാണെന്നിരുന്നപ്പോൾ അവളുടെ മുന്നിൽ അപമാനിക്കപ്പെട്ട ആ നിമിഷം മരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഞാൻ എൻ്റെ കുടുംബത്തെ വിട്ടുപോയി, അവളെ വിട്ടുപോയി, ആ നാട്ടിൽ നിന്നും പോയി, ആ ഓർമ്മകളെ വിട്ടുപോയി. ഞാൻ എത്ര ദൂരം പോയാലും ആ ദിവസം എന്നെ വിട്ടുപോയില്ല. ഓരോ രാത്രിയും ഞാൻ കരഞ്ഞു. ഞാൻ ഉരുകി സ്നേഹിച്ചു അവളെ. അവൾക്ക് മുന്നിൽ ഞാൻ ഇത്രയും അപമാനിതനായല്ലോ. അവൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചിട്ടുണ്ടാകും? ഇപ്പോഴും അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതോ എന്നെ അവൾ അപമാനമായി കാണുന്നുണ്ടോ? ഈ വികാരമാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്. എൻ്റെ കുടുംബത്തിനൊന്നും ഞാൻ ജീവനോടെ ഉണ്ടെന്ന് പോലും അറിയില്ല. ഏതാനും നിമിഷം നിശബ്ദത. ആ നിശബ്ദതയിൽ സുബ്ബുരാജിൻ്റെ ജീവിതം മുഴുവനും ഉണ്ടായിരുന്നു. ആ ശൂന്യത മനസ്സിലായി. ആ സമയത്തെല്ലാം ഞാൻ ഓരോ സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നു. സുബ്ബുരാജ് പതുക്കെ ചിരിച്ചു. എനിക്ക് തന്നെ ആരുമില്ലല്ലോ. അവൻ കണ്ണുകളടച്ചു. പക്ഷെ ആ ഓർമ്മകൾ മാത്രം എന്നെ വിട്ടു പോയില്ല. അതൊക്കെ കേട്ടപ്പോൾ സുരേഷിൻ്റെ മനസ്സിൽ കുറ്റബോധമുണ്ടായി. സുരേഷ് ഇപ്പോൾ വളരെ താഴ്മയോടെ പറഞ്ഞു, ക്ഷമിക്കൂ സുബ്ബുരാജ്. ആ വാക്ക് വളരെ പതുക്കെയായിരുന്നു. സുബ്ബുരാജ് അദ്ദേഹത്തെ ഏതാനും സെക്കൻഡുകൾ ശാന്തനായി നോക്കി. അവൻ്റെ മുഖത്തൊരു തളർച്ച മാത്രമുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു. ആ രാത്രി ഒരു പഴയ മുറിവ് വീണ്ടും തുറക്കപ്പെട്ട രാത്രിയായി മാറി. ആ സമയത്ത് സുബ്ബുരാജ് പതുക്കെ തലയുയർത്തി സുരേഷിനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു മാറ്റം തോന്നി. സുബ്ബുരാജ് പതുക്കെ ഒരടി മുന്നോട്ട് നടന്നു. സുരേഷ് ഒരടി പിന്നോട്ട് പോയി. സുബ്ബുരാജ്, അദ്ദേഹം ഭയത്തോടെ പറഞ്ഞു. സുബ്ബുരാജ് അവനെ നോക്കി നിന്നു. നീ ആ ദിവസം മറന്നുപോയി സുരേഷ്. ഇപ്പോൾ സുബ്ബുരാജിൻ്റെ ശബ്ദം മാറിയിരുന്നു. അവൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ ദേഷ്യമുണ്ടായിരുന്നു. ഞാനത് മറന്നില്ലല്ലോ. ആ സമയത്ത് സുരേഷിൻ്റെ മനസ്സിൽ ഒരു ഭയം ഉദിച്ചു. അയാൾ മനസ്സിലാക്കി, ഈ മനുഷ്യൻ ഇവിടെ വന്നത് പഴയ ഓർമ്മകൾ സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന്. സുരേഷ് പതുക്കെ തിരിഞ്ഞ് ഓടാൻ ശ്രമിച്ചു. ആ നിമിഷത്തിൽ സുബ്ബുരാജ് വേഗത്തിൽ അവനെ പിടിച്ചു. രണ്ടുപേർക്കുമിടയിൽ ഒരു പെട്ടെന്നുള്ള മൽപ്പിടുത്തം ആരംഭിച്ചു. സുബ്ബുരാജ്, വേണ്ട! രണ്ടുപേരും ഇപ്പോൾ തിരിഞ്ഞു നോക്കി. അരവിന്ദ് ആ സ്ഥലത്ത് തന്നെ നിന്നിരുന്നു. അദ്ദേഹം വേഗത്തിൽ മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ തോക്കുണ്ടായിരുന്നു. അദ്ദേഹം ശാന്തനായി പറഞ്ഞു, വേണ്ട സുബ്ബുരാജ്, ഇതിവിടെ അവസാനിച്ചു. ഏതാനും നിമിഷങ്ങൾ നിശബ്ദത. സുബ്ബുരാജ് പതുക്കെ തിരിഞ്ഞ് അരവിന്ദിനെ നോക്കി. അവൻ്റെ മുഖത്തിന് ഒരു വിചിത്രമായ ശാന്തതയുണ്ടായിരുന്നു. അവൻ കൈകൾ പതുക്കെ ഉയർത്തി. അരവിന്ദ് മുന്നോട്ട് വന്ന് അവനെ പിടിച്ചു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം സുബ്ബുരാജിൻ്റെ കയ്യിൽ വിലങ്ങിട്ടു. ആ രാത്രി വർഷങ്ങളായി മനസ്സിൽ മാത്രമുണ്ടായിരുന്നൊരു കഥയുടെ ആദ്യത്തെ അവസാനമായി മാറി. സുരേഷ് അവിടെ തന്നെ നിൽക്കുന്നു. അവൻ്റെ മുഖത്ത് ഇനിയും ഭയവും ആശ്ചര്യവും ഉണ്ടായിരുന്നു. അരവിന്ദ് പതുക്കെ സുബ്ബുരാജിനെ നോക്കി. അദ്ദേഹത്തിൻ്റെ ശബ്ദം ശാന്തമായിരുന്നു. മതി സുബ്ബുരാജ്, നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം. ആ രാത്രി സുബ്ബുരാജ് ആദ്യമായി നിയമത്തിൻ്റെ മുന്നിൽ നിന്ന രാത്രിയായി മാറി. ഇനിയാണൊരു ട്വിസ്റ്റ്. സുബ്ബുരാജ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആ രാത്രിക്ക് ശേഷം നഗരം വീണ്ടും അതിൻ്റെ പതിവ് ശാന്തതയിലേക്ക് മടങ്ങി. ആ രാത്രിയിൽ നടന്ന സംഭവം ഇൻസ്പെക്ടർ അരവിന്ദൻ്റെ മനസ്സിൽ മാത്രം ഇനിയും അവസാനിക്കാതെ കിടന്നു. വർഷങ്ങളായി മറഞ്ഞു കിടന്നിരുന്ന ഒരു കഥ അദ്ദേഹം ആ രാത്രിയിൽ നേരിട്ട് കണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ സുബ്ബുരാജ് ഔദ്യോഗികമായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹം നടത്തിയ പഴയ കൊലപാതക കേസുകളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. പോലീസ് സ്റ്റേഷനിലെ ചെറിയ ഇരുമ്പൊഴിക്കുള്ളിൽ ശാന്തനായി ഇരിക്കുകയായിരുന്നു സുബ്ബുരാജ്. അവൻ്റെ മുഖത്ത് യാതൊരു ഭയവുമില്ല. അവൻ്റെ കണ്ണുകളിൽ ഒരു തളർച്ച മാത്രം. വർഷങ്ങളായി മനസ്സിൽ ചുമന്നിരുന്നൊരു പകയുടെ കഥ പറഞ്ഞു തീർത്ത മനുഷ്യൻ്റെ ശാന്തതയായിരുന്നു അത്. ഇൻസ്പെക്ടർ അരവിന്ദ് കുറേ സമയം അവനെ ശാന്തമായി നോക്കി നിന്നു. ഒരു മനുഷ്യൻ ഒരു കൊലയാളിയാണെന്ന് നിയമം പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ മനുഷ്യൻ്റെ തകർന്ന ജീവിതത്തിൻ്റെ നിഴൽ പോലെ തോന്നുന്നത് ഒരു ചെറിയ കാര്യമാണ്. സുബ്ബുരാജ് ഇപ്പോൾ പതുക്കെ അരവിന്ദിനെ നോക്കി. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു ഇൻസ്പെക്ടർ, പതുക്കെ പറഞ്ഞു. അരവിന്ദ് ഇപ്പോൾ യാതൊരു മറുപടിയും പറഞ്ഞില്ല. എന്നാൽ ആ വാക്കുകൾ ആ കേസിൽ അവസാനമായി മാറുമെന്ന് അദ്ദേഹം കരുതി. ആ രാത്രി കടന്നുപോയി. പിറ്റേ ദിവസവും കടന്നുപോയി.
2 ദിവസങ്ങൾ പതുക്കെ കടന്നുപോയി. ആ 2 ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം തുടർന്നു. സുബ്ബുരാജ് വളരെ ശാന്തനായിരുന്നു. അധികം ആരോടും സംസാരിച്ചില്ല. ചോദ്യങ്ങൾക്ക് മാത്രം ചുരുങ്ങിയ മറുപടി നൽകി. അരവിന്ദും അവനെ ആ രീതിയിൽ തന്നെയാണ് വച്ചിരുന്നത്. അവനെ കൂടുതൽ വേദനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതേസമയം നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് സുരേഷ് തൻ്റെ വീട്ടിൽ താമസിക്കുന്നു. ആ സംഭവത്തിന് ശേഷം അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭയം കുറച്ചു കുറഞ്ഞിരുന്നു. ഓഹ്, ഇപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് സുരേഷ് കരുതി. ആ രാത്രി അദ്ദേഹം തൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. വീടിനുള്ളിൽ ശാന്തത. ചുവരിലെ ക്ലോക്കിൻ്റെ ശബ്ദം മാത്രം കേൾക്കാം. ആ സമയത്ത് സുരേഷിൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. സുരേഷ് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് എല്ലാം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നടന്നു കഴിഞ്ഞു. ആ വീട് ഇപ്പോൾ വീണ്ടും ശാന്തമായി. പിറ്റേ ദിവസം രാവിലെ ആ തെരുവിൽ ഒരു വാർത്ത വേഗത്തിൽ പരന്നു. സുരേഷ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം തൻ്റെ വീടിൻ്റെ ഹാളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. പോലീസ് ആ വീടിനെ വളഞ്ഞു. ആ സ്ഥലത്തേക്ക് ഇൻസ്പെക്ടർ അരവിന്ദ് വന്നു. അദ്ദേഹം ആ കാഴ്ച കണ്ട നിമിഷം ഒരു കാര്യം അദ്ദേഹത്തെ ആശ്ചര്യത്തിലാഴ്ത്തി. കാരണം സുബ്ബുരാജ് ആ സമയത്ത് ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പതുക്കെ ചുവരിലേക്ക് തിരിഞ്ഞു. അവിടെ ഇതേ രക്തത്തിൽ എഴുതിയിരുന്ന അതേ നമ്പർ 17. സുരേഷിൻ്റെ മരണം പോലീസിനെ പൂർണ്ണമായി ആശയക്കുഴപ്പത്തിലാക്കി. ആ കേസിലെ പ്രധാന സംശയിയായിരുന്ന സുബ്ബുരാജ് പോലീസ് സ്റ്റേഷനിലുണ്ട്. എന്നാൽ അതേസമയം സുരേഷ് സ്വന്തം വീട്ടിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ സത്യം ഇൻസ്പെക്ടർ അരവിന്ദിൻ്റെ മനസ്സിൽ വലിയ ആശയക്കുഴപ്പവും സംശയവും ഉണ്ടാക്കി. അദ്ദേഹം വീണ്ടും സുരേഷിൻ്റെ വീട്ടിലേക്ക് പോയി. സംഭവത്തിൻ്റെ അടയാളങ്ങൾ ഇനിയും അവിടെ തന്നെയുണ്ട്. നിലത്തുണ്ടായിരുന്ന രക്തക്കറകൾ ഇനിയും വൃത്തിയാക്കിയിട്ടില്ല. പോലീസ് അവിടെയെല്ലാം തെളിവുകൾ ശേഖരിച്ചു വെക്കുന്നുണ്ടായിരുന്നു. ആ വീടിൻ്റെ ഹാളിൽ ശാന്തനായിരിക്കുകയായിരുന്നു അമുദ. അവളുടെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് സങ്കടമുണ്ടായിരുന്നു. അരവിന്ദ് ഏതാനും നിമിഷങ്ങൾ നിശബ്ദനായി നിന്നു. അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലാക്കാൻ തുടങ്ങി. ആ രാത്രി നടന്ന കൊലപാതകത്തിൽ എന്തോ ഒന്നും ശരിയല്ല. ഇപ്പോൾ അരവിന്ദ് പതുക്കെ ചോദിച്ചു, ഇന്നലെ രാത്രി വീട്ടിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവ് മാത്രമാണോ ഉണ്ടായിരുന്നത്? അമുദ പതുക്കെ തലയാട്ടി. അതെ. അവളുടെ ശബ്ദം വളരെ ശാന്തമായിരുന്നു. ആ മറുപടി അരവിന്ദിൻ്റെ സംശയം ഇനിയും വർദ്ധിപ്പിച്ചു. അദ്ദേഹം പതുക്കെ ആ വീടിൻ്റെ ചുവരിലേക്ക് നോക്കി. അവിടെ എഴുതിയിരുന്ന 17 എന്ന നമ്പർ കണ്ടപ്പോൾ അദ്ദേഹം പതുക്കെ തിരിഞ്ഞ് അമുദയെ നോക്കി. കൊല ചെയ്തത് ആരാണെന്നറിയാമോ? അമുദ നിശബ്ദയായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ശബ്ദം കേട്ടോ? അമുദ ഏതാനും നിമിഷങ്ങൾ ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പതുക്കെ വന്നു. അവൾ പതുക്കെ തല താഴ്ത്തി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് അവൾ പതുക്കെ പറഞ്ഞു, ഞാനാണ് ഇൻസ്പെക്ടർ കൊല ചെയ്തത്. ആ ഒരു വാക്ക് ആ മുറിയുടെ നിശബ്ദതയെ തകർത്തു. അരവിന്ദ് ആശ്ചര്യത്തോടെ അവളെ നോക്കി. അമുദ പതുക്കെ തലയുയർത്തി അദ്ദേഹത്തെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണീർ മാത്രമല്ല, വർഷങ്ങളായി മറച്ചു വച്ചിരുന്നൊരു സത്യവും ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് സുരേഷിനെ കൊന്നത് ഞാനാണ്. ആ വാക്ക് ആ കേസിലെ കഥയെ പൂർണ്ണമായും മാറ്റിമറച്ചു. പോലീസ് സ്റ്റേഷനിൽ ഇരുമ്പഴിക്കുള്ളിൽ ശാന്തനായിരിക്കുകയായിരുന്നു സുബ്ബുരാജ്. അവൻ്റെ കണ്ണുകളിൽ ഒരു തളർച്ച. വർഷങ്ങളായി തൻ്റെ മനസ്സിൽ ചുമന്നിരുന്ന പകയുടെ കഥ പറഞ്ഞു തീർത്ത മനുഷ്യൻ്റെ തളർച്ചയായിരുന്നു അത്. അതേസമയം പോലീസ് സ്റ്റേഷൻ്റെ വാതിൽ പതുക്കെ തുറക്കപ്പെട്ടു. അകത്തേക്ക് വന്നത് ഇൻസ്പെക്ടർ അരവിന്ദായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു പെൺകുട്ടിയും വന്നു. വേറെ ആരുമല്ല, അമുദയായിരുന്നു അത്. അവളെ കണ്ട നിമിഷം സുബ്ബുരാജിൻ്റെ കണ്ണുകൾ വിടർന്നു. അമുദ എന്ന് സുബ്ബുരാജ് വിളിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെൺകുട്ടി ഈ അമുദയായിരുന്നു. അമുദ കണ്ണീരോടെ സുബ്ബുരാജിനെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നു. ആ കണ്ണീർ വർഷങ്ങളായി തൻ്റെ മനസ്സിൽ അടച്ചു വച്ചിരുന്ന വികാരങ്ങളുടെ വെളിപ്പെടുത്തലായിരുന്നു. സുബ്ബുരാജ്, നീ സുഖമായിരിക്കുന്നോ? നീ ജീവനോടെ തന്നെയാണോ ഇരിക്കുന്നത്? അവളിപ്പോൾ വൈകാരികമായി ചോദിച്ചു. ആ വാക്ക് കേട്ട നിമിഷം സുബ്ബുരാജിൻ്റെ മനസ്സ് തകർന്നു. അദ്ദേഹം പതുക്കെ തല താഴ്ത്തി. ഏതാനും നിമിഷങ്ങൾ ആ മുറിയിൽ പൂർണ്ണ നിശബ്ദത. ആ നിശബ്ദതയെ ആദ്യം ഭേദിച്ചത് അമുദയായിരുന്നു. സുബ്ബുരാജ്, ആ ദിവസത്തിന് ശേഷം നിന്നെ കാണാതായപ്പോൾ എല്ലാവരും പറഞ്ഞു നീ എവിടെയോ പോയി മരിച്ചെന്ന്. അത് പറയുമ്പോൾ അമുദയുടെ കണ്ണുകളിൽ കണ്ണീർ വാർന്നു. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സുബ്ബുരാജ്. സുബ്ബുരാജ് ശാന്തനായി അവളെ നോക്കി നിന്നു. അമുദ പതുക്കെ തുടർന്നു. ആ കോളേജിൽ അന്ന് നടന്നത് ഞാൻ മുഴുവനായും കണ്ടിരുന്നു സുബ്ബുരാജ്. അവളുടെ ശബ്ദത്തിൽ ഇപ്പോൾ പഴയ വേദന നിറഞ്ഞു നിന്നു. ആ 5 പേര് നിന്നെ അപമാനിച്ചത് ഞാൻ കണ്ടു. ആ ദിവസം മുതൽ എനിക്ക് ശാന്തമായി ജീവിക്കാൻ കഴിഞ്ഞില്ല. നീ മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഈ ലോകം തന്നെ ഇരുണ്ടതുപോലെ തോന്നി. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് അവരെ എങ്ങനെയെങ്കിലും പകവീട്ടണമെന്ന്. ഞാനങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സുരേഷ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു വന്നത്. ഇതാണ് ഏറ്റവും നല്ല അവസരമെന്ന് കരുതി അവനെ സ്നേഹിച്ച് അവനെ തന്നെ കല്യാണം കഴിച്ചു. പക്ഷേ ഞാൻ അവനോടൊപ്പം സന്തോഷമായി ജീവിച്ചില്ല. ഓരോ ദിവസവും അവനെ ഞാൻ നരകം കാണിച്ചു കൊടുത്തു. കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ അവന് വേദനയായിരുന്നു. അമുദ പതുക്കെ തലയാട്ടി. അതെ, ആ 5 പേരിൽ അവൻ ഒരുത്തനായിരുന്നു. ഇപ്പോൾ അവളുടെ ശബ്ദം വളരെ ശാന്തമായി. അവനോടൊപ്പം ഇരുന്നുകൊണ്ട് തന്നെ അവനെ ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു. ഇപ്പോൾ അവളുടെ ശബ്ദം വിറച്ചു.
ഞാൻ എന്നെ സ്നേഹിച്ചു, പക്ഷേ ഞാൻ അവനെ വെറുത്തു. അവൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ്. അവൾ ഏതാനും നിമിഷങ്ങൾ നിശബ്ദമായിരുന്നു. അതിനുശേഷം സുബ്ബുരാജിനെ നോക്കി. മറ്റുള്ളവരെല്ലാം മരിച്ചുപോയപ്പോൾ നീ ജീവനോടെ ഉണ്ടെന്ന് എനിക്കൊരു സംശയം തോന്നി. പിന്നെ നിന്നെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് നീ ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ജീവിതം നശിപ്പിച്ചവരുടെ കാര്യം നീ തീർത്തു. ബാക്കിയുണ്ടായിരുന്നത് എൻ്റെ ഭർത്താവ് സുരേഷ് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. ഇപ്പോൾ അവളുടെ ശബ്ദം വളരെ പതുക്കെയായിരുന്നു. ആ സമയത്ത് അവളുടെ മനസ്സിനൊരു ശാന്തി ലഭിച്ചതുപോലെ തോന്നി. കണ്ണുകളിൽ ഒരു വിചിത്രമായ ശാന്തതയുണ്ടായിരുന്നു. ഇപ്പോൾ അമൃത പതുക്കെ തല താഴ്ത്തി. ആ വാക്കുകൾ ആ മുറിയുടെ നിശബ്ദതയെ പൂർണ്ണമായും തകർത്തു. ആ മുറിയിൽ 3 മനുഷ്യർ ശാന്തരായി നിന്നു. അതെ, ഒരു ദിവസം രണ്ടുപേരുടെ ജീവിതം ഒരു അപമാനത്തിൽ അവസാനിച്ചു. ആ ദിവസം ജൂലൈ 17. അതിന് പകയായി ഇപ്പോൾ 5 പേർ മരിച്ചു കഴിഞ്ഞു. കാലം പതുക്കെ കടന്നുപോയി. ആ സംഭവത്തിന് ശേഷം കോടതി വിചാരണ നടന്നു. ആ കേസിന്റെ സത്യം മുഴുവനും പുറത്തു വന്നു. വർഷങ്ങളായി മനസ്സിൽ ചുമന്നു വച്ചിരുന്ന പകയുടെ കഥ കോടതിയുടെ മുന്നിൽ വിവരിക്കപ്പെട്ടു. വിധി വന്ന ദിവസം വളരെ ശാന്തമായിരുന്നു. കോടതി 2 പേർക്കും ഒരേ ശിക്ഷ നൽകി. 15 വർഷം കഠിന തടവ്. സുബ്ബുരാജ്, അമുത, അവർ 2 പേരും വെവ്വേറെ ജയിലുകളിലേക്ക് അയക്കപ്പെട്ടു. ആ 15 വർഷങ്ങൾ പതുക്കെ കടന്നുപോയി. ജയിലിന്റെ വലിയ ചുവരുകൾക്കുള്ളിൽ ജീവിതം പതുക്കെ നീങ്ങി. ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. കാലം അവരുടെ ജീവിതത്തെ പതുക്കെ മാറ്റിക്കൊണ്ടേയിരുന്നു. സുബ്ബുരാജ് ആ വർഷങ്ങളിൽ വളരെ ശാന്തനായിരുന്നു. അദ്ദേഹം അധികം ആരോടും സംസാരിച്ചില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യം പതുക്കെ ഒരു തളർച്ചയായി മാറി. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ തകർത്ത ഓർമ്മ പോലും ഇപ്പോൾ കാലത്തിനൊപ്പം പതുക്കെ മാറാൻ തുടങ്ങിയിരിക്കുന്നു. അതേസമയം മറ്റൊരു ജയിലിൽ അമുതയുണ്ടായിരുന്നു. അവളും ആ വർഷങ്ങളിൽ വളരെ ശാന്തമായാണ് ജീവിച്ചത്. അവൾ ജീവിതത്തിലെടുത്ത ആ തീരുമാനങ്ങളാണ് അവളെ ആ ജയിലിൻ്റെ ഉള്ളിൽ എത്തിച്ചതെന്ന് അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. 15 വർഷങ്ങൾക്ക് ശേഷം ഒരു രാവിലെ ജയിലിൻ്റെ വലിയ ഇരുമ്പുവാതിൽ പതുക്കെ തുറന്നു. സുബ്ബുരാജ് ആ വാതിൽ കടന്ന് പുറത്തേക്ക് വന്നു. ആ പുറം ലോകത്തെ കാറ്റ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് തട്ടി. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾ ശാന്തനായി നിന്നു. ആ സമയത്ത് ജയിലിൻ്റെ മറ്റൊരു വാതിൽ തുറന്നു. അവിടെ നിന്നും പുറത്തേക്ക് വന്നത് അമുതയായിരുന്നു. പതുക്കെ നടന്നു വന്നു. 2 പേരും ഏതാനും നിമിഷങ്ങൾ ശാന്തരായി പരസ്പരം നോക്കി. 15 വർഷങ്ങൾക്ക് മുമ്പ് തകർന്നുപോയ ജീവിതങ്ങൾ ഇപ്പോൾ വീണ്ടും ആ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. സുബ്ബുരാജ് ഇപ്പോൾ പറഞ്ഞു, 60 വയസ്സിന് മുകളിലായി. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു അമുത. ഇനി മുതൽ നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ചു തുടങ്ങാമോ? അതെ, ഇനി മുതലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം. അവർ 2 പേരും പതുക്കെ ആ ജയിൽ കവാടം വിട്ട് പുറത്തേക്ക് നടന്നു. അവരുടെ പിന്നിൽ ആ പഴയ കഥയുടെ നിഴലുകൾ പതുക്കെ മാഞ്ഞുകൊണ്ടേയിരുന്നു. അവരുടെ മുന്നിൽ ഒരു പുതിയ ജീവിതം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും അവരുടെ ജീവിതം ആരംഭിക്കാൻ പോകുന്നു 60-ാം വയസ്സിൽ. ഒരു കഥയായിട്ട് കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട് അല്ലേ? എന്തായാലും വീണ്ടും പുതിയ കഥയുമായി വരാം. Love you all.